ഇതിൻ്റെ ആശയ രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അത് കാണാതെ പഠിക്കണമെന്നില്ല. നമ്മൾ മൈൻഡ് മാപ്പിട്ട് നോട്ടെടുക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. എങ്കിൽ പോലും നമ്മൾ 7 ഭൂഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ട് 7 ഭൂഖണ്ഡങ്ങളുടെ കൂടിച്ചേരൽ ഭൂമി എന്ന ഗ്രഹം, അതുപോലെ 8 ഗ്രഹങ്ങൾ കൂടിച്ചേർന്ന് സൂര്യനിൽ ഒരുമിച്ച് കൂടുന്നു. സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഗാലക്സികളാകുന്നു, ഒരു ഗാലക്സി ആകുന്നു. അങ്ങനെ ഗാലക്സികളെല്ലാം ചേർന്ന് പ്രപഞ്ചമാകുന്നു എന്ന പ്രപഞ്ചത്തിൻ്റെ ആശയ രൂപീകരണവും, അതുപോലെ തന്നെ നമ്മുടെ ഈ എനർജിയായിട്ട് ബന്ധപ്പെട്ട് ഊർജപരമായിട്ടുള്ള ഒരു ആശയ രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എല്ലാത്തിലും ഈ കാണുന്ന എല്ലാ ഘടകങ്ങളിലും ഊർജമുണ്ട്. ഊർജത്താൽ രൂപീകൃതമായിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ അതിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഊർജം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തയാണ്. ഇപ്പം ചിന്തകളുടെ ഏകീകരണമാണ് ആശയം. ഇത് നമ്മൾ പറഞ്ഞു പോയ ഏരിയയാണ്. ഞാനത് ചെറുതായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഇന്ന് നോട്ടിട്ടത് എല്ലാവരും കണ്ടു കാണും. ഇന്നാണ് ശരിക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസ്സിൻ്റെ അതുവരെ നമ്മളൊരു ഇൻട്രൊഡക്ഷനായിട്ട് പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ഒന്ന് നമ്മൾ അറിയുക എന്നുള്ളതും പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ഒന്ന് അറിയുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷനായിട്ട്. അത് അത്രമാത്രം നമുക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മളെ തലച്ചോറ് രൂപപ്പെടുന്നതിൻ്റെ 3 കാലഘട്ടങ്ങളിലായിട്ട് തലച്ചോറ് രൂപപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് രൂപപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും ലാസ്റ്റ് രൂപപ്പെട്ട നിയോ കോർട്ടക്സ് എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും 4 ലോബുകളുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ആ 4 ലോബുകളിൽ 3 ലോബ് അകമേ, അതായത് അകത്തേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അകത്തേക്ക് എത്തുന്നതും അകത്തേക്ക് ഇൻപുട്ടായിട്ടുള്ളതും, അതിൽ ഒന്ന് മാത്രം എന്താണ്, അതായത് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ലോബാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ടായിട്ടുള്ള നമുക്ക് പുറത്തുനിന്ന് അകത്തേക്ക് ലഭിച്ച അറിവുകളെ, പഞ്ചേന്ദ്രിയങ്ങളാൽ ലഭിച്ച അറിവുകളെ നമുക്കത് കൃത്യമായിട്ടും നമുക്ക് അതിനെ അനലൈസ് ചെയ്യാനും അറിഞ്ഞ അറിവുകളെ എടുത്ത് ഉപയോഗിക്കാനും കൃത്യമായ അവസരങ്ങളിൽ അതെടുത്ത് നമുക്ക് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ആസൂത്രണം ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കി അതിൻ്റെ അനുയോജ്യമായ രീതിയിൽ ഔട്ട്പുട്ട് ചെയ്യുന്നതാണ് ഫ്രോണ്ടൽ ലോബ്. അപ്പം നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും നമ്മൾ എത്ര അറിവുണ്ടെങ്കിൽ തന്നെയും അത് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആന്തരികമായി നമ്മൾ അകമേ കിടക്കുന്ന അറിവിന് അത് പുറമേ നമുക്ക് നമ്മളുടെ ജീവിതത്തിലോ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശയങ്ങൾക്കോ മറ്റെന്തെങ്കിലും പദ്ധതികൾക്കോ ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലകളിൽ അത് ഉപയോഗിക്കപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു മലിനമായ ഒരു ജലം പോലെ, അതായത് ഒഴുക്കില്ലാത്ത നദിയിൽ കിടക്കുന്ന ജലം പോലെ നമ്മൾ അറിഞ്ഞ അറിവുകളെ നമ്മളുടെ ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ പ്രത്യേക ഒരു ആശയത്തിലോ അതായത് ഏതെങ്കിലും രീതിയിൽ ഔട്ട്പുട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ വലിയ ആ അറിവ് കൊണ്ട് നമുക്ക് ഉപയോഗമില്ല എന്നുള്ളതാണ്. നമുക്ക് അറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഈ ഫ്രോണ്ടൽ ലോബുകളിൽ മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് സംസാരിക്കാനുള്ള കഴിവ്. ഇത്രയും നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അവിടെ ആയിട്ട് കുറച്ച് സൂചിപ്പിച്ചാണ്. നമ്മളിനി മൈൻഡ് മാപ്പിൻ്റെ നോട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അതൊന്ന് ഓടി വരും. നമ്മൾ ഇന്ന് രാവിലെ ഇട്ട ആ PDF ഫയൽ ഇട്ടതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഞാൻ അതിനകത്ത് അഭിപ്രായം പറയാൻ പറഞ്ഞു.
മാക്സിമം നമ്മളുടേതായ ഒരു ആശയം പറയാൻ പറ്റണം. കാരണം ഇത് കഴിയുമ്പോൾ നമുക്ക് ഏത് മേഖലകളിലും നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്നതിനുള്ളൊരു പ്രാക്ടീസായിട്ട് ഇതിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടിൽ അത് പറയാൻ പറ്റും. ഇനി അടുത്ത നോട്ടിൽ വരുമ്പോൾ ഞാൻ അത് പറയും. അപ്പോൾ അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നോക്കണ്ട, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, അതിനെ ഒന്ന് ആശയവൽക്കരിച്ച് പറയാൻ പറ്റണം. അത് പിന്നീട് നമുക്ക് മനസ്സിലാവും. എവിടെയെങ്കിലും ഒരു ഫാൾട്ട് പറ്റി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് തന്നെ നമ്മുടെ അടുത്ത് പറയും. കാരണം നമുക്കെന്ത്, നമ്മുടെ തലച്ചോറിന് ഫ്രോണ്ടൽ ലോബിന് ഇതിനെ അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത് ഔട്ട്പുട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ അല്ലായിരുന്നു, ഇത് കുറച്ചുകൂടെ ചേഞ്ച് ചെയ്യണമായിരുന്നു. നമ്മളിപ്പോൾ ഒരാളോട് ഇത് പറയുകയാണ്, ഒരാളോട് നമ്മളൊരു ആശയം പറയുന്നു. ഇപ്പം ഞാനൊരു ആശയം നിങ്ങളോട് പറയുന്നു. ആ ആശയം നിങ്ങളോട് പറയുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളതിൽ വിയോജിപ്പുണ്ട് എന്ന് നിങ്ങളുടെ ഫേസിൽ നിന്ന് നിങ്ങളുടെ ഇങ്ങോട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ പറയാതെ തന്നെ മനസ്സിലാകും, ഞാൻ പറഞ്ഞത് അത്ര അങ്ങോട്ട് പൂർണ്ണമായിട്ടും വ്യക്തമായില്ല. അപ്പോൾ അത് ചിലപ്പോൾ വിയോജിപ്പ് കാണിക്കും. അതൊന്നിലധികം ആൾക്കാർ വിയോജിപ്പ് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി എല്ലാവരും വിയോജിപ്പ് കാണിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയല്ലാത്തത് കൊണ്ടാണോ, അതെ അവരെല്ലാവരും ബാക്കി അപ്പുറത്ത് നിൽക്കുന്ന, മുന്നിൽ നിൽക്കുന്ന അവരെല്ലാവരും വേറിട്ട് ചിന്തിക്കുന്നവരാണോ, അത് ഞാൻ വേറിട്ട് ചിന്തിക്കുന്നവരാണോ, ഇങ്ങനെ നിരവധി രീതിയിലേക്ക് നമ്മുടെ തലച്ചോറ് അനലൈസ് ചെയ്യും. അത് ചില സ്ഥലങ്ങളിൽ കൂടുതൽ നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന അറിവുകൾ കൊണ്ടല്ല, ഇത് പ്രവർത്തിക്കുന്ന നമുക്കതിനെ പ്രവർത്തിപ്പിക്കുക, പുറത്തേക്ക് ഔട്ട് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ്. നമ്മളൊരു ധനികനാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമുള്ളവനാണ്, നല്ല ആ വ്യക്തിക്ക് ഒരുപാട് പണമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ? ഒരാളിന് സമ്പന്നനാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ? അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് നിറച്ച് ക്യാഷ് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വീട്ടിൽ മൊത്തം പൈസ നിറച്ചു വെച്ചിരിക്കുകയായിരിക്കും. ഇതൊന്നും എങ്ങനെയൊക്കെ നിറച്ചു വെച്ചാലും നമുക്ക് അദ്ദേഹം പുറത്തുനിന്ന് നമുക്ക് നോക്കി അദ്ദേഹം ധനികനാണെന്ന് അറിയത്തില്ല. അദ്ദേഹം ആ പൈസ എന്ത് ചെയ്യും? പണം ചെലവാക്കും. അത് ചിലപ്പോൾ എന്താണ്, അതായത് കൂടുതൽ വാഹനങ്ങൾ വാങ്ങുക, മറ്റുള്ള സ്ഥലങ്ങളിൽ പുതിയ വീട് വെക്കുക, വലിയ വീട് വെക്കുക, ഇങ്ങനെ അദ്ദേഹത്തിന്റെ പൈസ ഔട്ട് ചെയ്യുമ്പോഴാണ് പുറത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു ബാക്കിയുള്ള മൈക്കൊന്ന് നിതീഷ് സാറേ, വേറെ ആരുണ്ട്? ജോൺ ജോയ് സാർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിത് പണത്തിന്റെ കാര്യം പറയുമ്പോൾ അത് വേറൊരു ആംഗിളാണ്. ഞാൻ എന്തായാലും ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളുടെ അകമേ കിടക്കുന്ന അറിവുകളെ അത് പുറത്തേക്ക് വിടുമ്പോൾ മാത്രമേ നമുക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മുന്നിൽ നിൽക്കുന്ന ആളൊരു ചോദ്യം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സാമിനൊക്കെയല്ല, ഒരു സംശയം ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ മത്സരിക്കാൻ വേണ്ടിയുള്ളൊരു ചോദ്യം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഒരു കാരണത്താൽ ചോദിക്കുന്ന സമയത്ത്, ഇപ്പോൾ ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ രാമകൃഷ്ണ സാറിനെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് എന്നോട് ചോദിച്ചേ, എന്തെങ്കിലും ഒരു സംശയം, ഇപ്പോഴൊരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇന്നലെ ഉണ്ടായ ഉൾക്കടതിനെ കുറിച്ചിട്ട് സാറിന്റെ അഭിപ്രായം എന്താ? ഓക്കെ. ഇപ്പൊ ഈ ഒരു ചോദ്യം, ഇന്നലെ ഞാൻ ഉൾക്കയുടെ കാര്യം, ഇന്നലെ ഞാനൊരു 1:30 മണിയായപ്പോഴാണ് ഞാനത് കാണുന്നത്. 1:30 മണിയായപ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇന്നലെ 1:30 മണിക്ക് ആ വീഡിയോ കണ്ട അതിലേക്ക് പോയി. ഉൾക്കയുടെ അഭിപ്രായം എന്തെന്ന് പറയുമ്പോൾ, എൻ്റെ ഈ അറിവുകളെല്ലാം എൻ്റെ അഭിപ്രായമായി ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാത്തിനും ഇനി ഉൾക്കയെക്കുറിച്ചും എനിക്ക് അറിയാവുന്ന അറിവുകൾ മൊത്തം ഞാൻ അഭിപ്രായമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത്, അതിന്റെ പ്രശ്നം എന്താണ്? ആ ഉൾക്ക വരുന്നത് കൊണ്ട് ഭൂമിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നാണ് ചോദ്യം വരുന്നെങ്കിൽ, ഈ അറിഞ്ഞ അറിവുകളെ ഈ പ്രോബ്ലംസുമായി കണക്ട് ചെയ്ത് എനിക്ക് ചിന്തിക്കണം. മനസ്സിലായോ പറഞ്ഞേ? നമ്മളെ മുന്നിൽ വരുന്ന ചോദ്യങ്ങൾക്കനുസരിച്ചും ആ ഇടപെടലിനും അനുസരിച്ചാണ് നമ്മളിൽ അറിവ് പല സ്ഥലത്തായിട്ട് ചിതറി കിടക്കാണ്. ഇതിനെ എടുത്തുകൊണ്ട് വരണം. അപ്പൊ അത് എപ്പോഴും എന്താണ്,
നമ്മളെ ആശയങ്ങൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ അത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞത് അറിവ് എങ്ങനെയാണോ അങ്ങനെ നിൽക്കും. പക്ഷെ നമ്മൾ അറിഞ്ഞ രീതിയിലല്ല നമ്മളത് ഉപയോഗിക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന ആള് നമ്മളെ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ച് നമുക്കത് പറയേണ്ടി വരുമെന്നുള്ളതാണ്. അതിനാണ് നേരത്തെ പറഞ്ഞ ആസൂത്രണം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ആശയങ്ങൾ എന്ത് ചെയ്യുക, ആസൂത്രണം ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഉദാഹരണം, ഈ കോഴ്സിൽ വരുന്ന ഒരാൾ ചോദിക്കുകയാണ് ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഹെൽത്ത് അതിന് വേണ്ടിയുള്ള നമ്മൾ ഹീലിംഗ് ലെവലൊക്കെ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അത് പറയാൻ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഈ കോഴ്സിൻ്റെ എല്ലാ മേഖലകളിലെയും അതിൻ്റെ ഹീലിംഗ് ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ ശ്രമിക്കും. അതായത് അതിനെ ഒരു ഹീലിംഗ് രീതിയിലേക്ക് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അതേസമയം ഒരാൾ എൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് ഇത് ഭയം, എനിക്ക് കുറച്ച് പേടിയുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഈ അറിവുകളെ തന്നെ അതിന് തുടങ്ങാൻ പറ്റാത്തതിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചായിരിക്കും ഞാൻ ആ രീതിയിലേക്ക് അതിനെ നമ്മൾ ആസൂത്രണം ചെയ്യും. നമ്മൾ ഞാൻ പറയുന്ന കണക്ഷൻ ആവുന്നുണ്ടോ? ഒന്നും കൂടി ഒന്ന് പറയുമോ? അതായത് നമ്മളെ മുന്നിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളെ അറിവിനെ നമ്മളെ ബ്രെയിനിൽ വെച്ച് അതിനെ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞ അറിവുകൾ പല രീതിയിലാണ് കിടക്കുന്നത്, പല സ്ഥലത്ത് പല വിഷയങ്ങളായിട്ടാണ് കിടക്കുന്നത്. ഇത് എത്ര വിഷയത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരുമെന്നറിയാമോ? അപ്പം ഇങ്ങനെ നമ്മളെ ബ്രെയിൻ അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ ഇതിനകത്ത് ആ തീരുമാനങ്ങൾക്കൊപ്പം നമ്മൾ ഇന്നലെ വരെ നമ്മൾ ചെയ്തു വന്ന ഒരു ശീലമുണ്ട്. അതേ പാറ്റേൺ തന്നെ പിടിച്ചു പോവുകയാണ്. നമ്മൾ ചെയ്തതിലൊക്കെ പരാജയപ്പെട്ടിരിക്കണമെങ്കിൽ അതേ പാറ്റേൺ തന്നെ പിടിച്ചിട്ട് നിങ്ങൾ പുതിയ സാധനം ചെയ്താലും എന്ത് ചെയ്യില്ല, അത് റണ്ണിങ് ആവില്ല. അതിൻ്റെ കാരണം ആ പഴയ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് അതിനെ ചേഞ്ച് വരുത്തില്ല എന്നുള്ളതാണ്. അതിനാണ് സത്യത്തിൽ ക്രിയേറ്റിവിറ്റിയിലെ സർഗാത്മകത എന്ന് പറയുന്നത്, ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. എപ്പോഴും ഓപ്ഷൻസ് കൂടുതൽ വേണം. ഓപ്ഷൻ കൂടുതലുള്ള ആളിന് സാഹചര്യവും സാധ്യതകളും കൂടുതലായിരിക്കും. ഓപ്ഷൻസ് കുറവുള്ള ആളിന് സാധ്യതകളും സാഹചര്യവും കുറവായിരിക്കും. അതിന് നമ്മൾ വിധി അങ്ങനെ മറ്റ് കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ ആശയവൽക്കരണം, നമ്മൾ ഓരോ വിഷയത്തെയും ആശയവൽക്കരിക്കണം, ആശയപരമായി രൂപപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഓരോ രീതിയിലേക്കും തിരിയുമ്പോൾ വ്യത്യസ്ത ആശയങ്ങളായിട്ട് മാറും. അത് ഇപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ നടന്നില്ല, അടുത്ത ഓപ്ഷനിലോട്ട് പോകാം. ഞാനിപ്പോൾ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് പറയാം. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്ത് പറയുന്നതല്ലേ നല്ലത്? ജസ്റ്റ് ഒന്നേ, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് പെട്ടെന്ന് പോകാം. ക്ലാസ്സിൻ്റെ തന്നെ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇത് ആ ഏരിയ ഒന്ന് പറഞ്ഞിട്ട് പോവാം. കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ? ഓക്കെ, നമുക്കിത് സ്ക്രീൻ ഷെയർ ചെയ്ത് അങ്ങനെ വിഷയമുണ്ടോ? ഒരു സെക്കൻഡ്. ഈ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്നവരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒന്ന് രണ്ടു വന്നിട്ട് ഒരാൾ വന്നു. ഇപ്പോൾ സ്ക്രീൻ ഷെയർ ആണോ? ഇപ്പോൾ അല്ലല്ലോ. ശരി.
ഓക്കെ. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നതുള്ളത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ സിറ്റിയിലേക്ക്, നിങ്ങളുടെ അടുത്ത ഒരു സിറ്റി നിങ്ങൾ മനസ്സിൽ കാണുക. ഇതൊരു സിറ്റിയായിട്ട് മനസ്സിൽ കാണുക. ഇതാണ് നിങ്ങളുടെ വീടെന്ന് വിചാരിക്കുക. ഇതാണ് നിങ്ങളുടെ വീടെന്ന് വിചാരിക്കുക. ഇതാണ് നിങ്ങളുടെ വീടെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഈ സിറ്റിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നമുക്ക് ഈ സിറ്റിയിലേക്ക് പോകാൻ, നമ്മളെ വീടിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഈ സിറ്റിയിലേക്ക് പോകാൻ നമുക്ക് ആകെ അറിയാവുന്ന റൂട്ട് ഇതാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ഏത് ജില്ലക്കാരാണോ ആ ജില്ലയിൽ നിന്ന് നിങ്ങളുടെ ആ സിറ്റിയിലേക്ക് പോകുന്നത് മനസ്സിൽ കാണുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ പണി നടക്കുകയാണ്. പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഇതുവഴി വണ്ടി പോകത്തില്ല, ഇവിടം വരെ വരുള്ളൂ. നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഓക്കെ. ഇങ്ങനെ വരുമ്പോൾ ഈ പാലത്തിൻ്റെ പണി അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ പാലത്തിൻ്റെ പണിയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവാം. ഈ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിധിയെന്നോ അല്ലെങ്കിൽ നമുക്ക് സാഹചര്യമില്ലായിരുന്നു, അപ്പുറത്ത് പോകാനുള്ള സാഹചര്യമില്ലായിരുന്നു. എന്താണ്? ഇവിടെ പണി നടക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ സ്ഥലത്ത് പോകാൻ, നിങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് പോകാൻ കുറച്ച് കറങ്ങിയാണെങ്കിലും എത്ര വഴികൾ നിങ്ങൾക്കറിയുമോ അത്രമാത്രം സാധ്യതകളാണ് അവിടെ എത്താൻ നിങ്ങളുടെ ലൈഫിലുണ്ടാവുക. മനസ്സിലായില്ലേ? എത്രമാത്രം വഴികളുണ്ടോ ആ വഴികളല്ലാതെയായിരിക്കും നിങ്ങൾക്ക് അവിടെ എത്താനുള്ള സാധ്യത. അത് കുറച്ച് കറങ്ങിയാണെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് മാത്രം സഞ്ചരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, സ്ട്രെയിറ്റ് മാത്രം ഒരൊറ്റ വഴി മാത്രം നോക്കി ലൈഫിൽ മുന്നോട്ട് പോകാൻ നോക്കി കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിത് ചെറിയൊരു ഷോർട്ടായിട്ടത് പറഞ്ഞാണ്. കണക്ഷൻ ആയോ? അപ്പം ഇതുപോലെയാണ് നമ്മൾ ആശയം ചെയ്യുമ്പോഴും, ഇത് നമ്മൾ യാത്രയിലുള്ളൊരു കാര്യമാണ് പറഞ്ഞെങ്കിൽ, നമ്മളൊരു ആശയങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് നിരവധി ആശയങ്ങൾ നമുക്ക് വേണം. നിരവധി ആശയങ്ങൾ, എത്രമാത്രം ആശയങ്ങൾ ഉണ്ടാകുമോ അതനുസരിച്ച് നമ്മളുടെ റൂട്ട് കുറച്ചും കൂടെ വ്യക്തമാവും. അത് ചിതറിയ കാര്യങ്ങളാവരുത്. ഒരു വിഷയത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളാണെങ്കിൽ ഫോക്കസ്, ശ്രദ്ധാതലം എന്ന് പറഞ്ഞൊരു തലമുണ്ട്. അതായത് നമ്മളെ സൂര്യപ്രകാശം ഒരു ലെൻസിലൂടെ കടത്തിവിട്ട് ഒരു വസ്തുവിനെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? വളരെ ചെറിയ ഒരു ലെൻസിൽ ആ ചിതറി വീഴുന്ന സൂര്യപ്രകാശത്തെ ഒരു ഏക കേന്ദ്രത്തിലൂടെ അത്രയും ചൂടിനെ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ് അതിൻ്റെ ആ വസ്തു തീ പിടിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനെ കത്തിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ചൂട് കൊള്ളിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അത് കേന്ദ്രീകരിച്ച ഒരു ഏകീകൃത ചിന്തയാണ് അതിനകത്ത്, അല്ലെങ്കിൽ പ്രവർത്തനമാണ് അതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇട്ട നോട്ടുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകാം. നമ്മൾ ആ നോട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടും നമ്മുടെ ലൈഫിൽ എപ്പോഴും പൂച്ച നമ്മളുമായി ബന്ധപ്പെട്ടതേ അല്ല. അതിൽ എലിയും സിംഹവുമാണ് നമ്മൾ. ആ നോട്ട് നോക്കിയോ, എല്ലാവരും നോക്കിയ ഇതിലുണ്ടാകത്ത് ഞാൻ പറയാൻ മനസ്സിലാവുമല്ലോ. എലിയും സിംഹവുമാണ് നമ്മൾ. പൂച്ച എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലംസാണ്. എപ്പോഴും ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, നമ്മൾ തന്നെ ചിലപ്പോൾ സ്വയം പൂച്ചയാവും. ഇതിനകത്തൊരു ഉദാഹരണം പറഞ്ഞതുപോലെ, ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് അതൊരു സാറ് പറഞ്ഞതുപോലെ നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ശത്രുവാവാം. അപ്പം നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പ്രോബ്ലംസ് എന്ന് നമ്മൾ കാണുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന, അതായത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. നമ്മൾ നിരന്തരം പൂച്ചയെ കണ്ട് ഓടുന്ന സിംഹമാണ് നമ്മൾ എലിയെന്ന് ധരിക്കുന്നു. പക്ഷെ എപ്പോഴാണോ ആ സിംഹത്തിന് ആ പൂച്ചയ്ക്ക് നേരെ നിന്ന് ചർച്ചയ്ക്കിരിക്കുന്നത്, അവരുമായി ചർച്ചയ്ക്കിരിക്കുമ്പോൾ നമ്മളെ പ്രോബ്ലംസുമായി, നമ്മളെ പ്രശ്നങ്ങളുമായി നമ്മൾ എപ്പോഴാണോ ചർച്ചയ്ക്കിരിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളാണ് സിംഹമെന്നും അത് വെറും പൂച്ചയാണെന്നും മനസ്സിലാവും.
പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അല്ല നമ്മളൊരു എലിയായിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നേരിടുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു മേഖല, ആ പ്രോബ്ലംസിനെ കുറിച്ചും കൂടി നമുക്ക് ഒന്ന് കുറച്ചുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഇതെല്ലാം വരും ക്ലാസ്സുകളിലുണ്ട് കേട്ടോ, ഞാനത് ഓർമ്മപ്പെടുത്തി എവിടെയെങ്കിലും മൈൻഡിലുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് കവർ ചെയ്യാനുള്ള കുറച്ച് ഏരിയ ഉണ്ട്, അച്ചിരി നല്ല രസമുള്ളൊരു ഏരിയ. അപ്പോൾ ഇത് ജസ്റ്റ് ഇന്നത്തെ ക്ലാസ് അങ്ങ് പറഞ്ഞിട്ട് പോയാൽ നാളെ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് കുറച്ച് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ഇതിൽ വരും. ഓക്കെ, അതായത് നമ്മൾ നേരിടുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്ന പല കാര്യങ്ങളും സത്യത്തിൽ പ്രോബ്ലംസ് അല്ല, അതിനെ സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. അതൊരു അവസ്ഥയാണ് നമ്മൾ പ്രോബ്ലംസ് ആയിട്ട് കാണുന്നത്. അവസ്ഥയാണ് നമ്മൾ, അതായത് എങ്ങനെ അവസ്ഥ ഉണ്ടാവുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലംസ് നൽകുന്നത്, അതായത് തൊട്ട് മുന്നേ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കും. ഇതാണ്, അതായത് നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ തയ്യാറായി നിൽക്കുന്നതിന് മുമ്പേ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇത്തരം കാര്യങ്ങൾ. അത് നമുക്ക് തയ്യാറെടുക്കാൻ, നമുക്കതിനെ ഇപ്പൊ വരും, ഉദാഹരണം വലിയ മഴ വരുന്നു, ഇടി വരുന്നു, ഇനി സുനാമി വരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അത് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ നമുക്ക് പറ്റുന്നത് പോലെ ഇത് പെട്ടെന്ന് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നു കയറുന്ന സിറ്റുവേഷനാണ്. അത് സിറ്റുവേഷനെ നമുക്ക് രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് സിറ്റുവേഷനെ നമ്മൾ ഇങ്ങനെ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോബ്ലംസ് ആണ്. പക്ഷേ പ്രോബ്ലംസ് എന്ന് പറയുന്നത് വളരെ വലിയ വൈഡൂര്യത്തെ പൊതിഞ്ഞിരിക്കുന്ന ഒരു അബ്രം പോലെയാണെന്ന് പറയാൻ പറ്റും. അതായത് ഒരു നമ്മളുടെ ഓപ്പർച്യൂണിറ്റി, നമ്മൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോഴും രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പ്രോബ്ലംസ് സിറ്റുവേഷൻ മനസ്സിലായി. അതായത് നമ്മളൊരു 10ാം ക്ലാസ് എക്സാം ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞ ഒന്ന് വാക്ക് തിരിഞ്ഞു പോയി. സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക, നമ്മളത് പ്രോബ്ലംസ് ആയിട്ട് കണ്ടാലോ? 10ാം ക്ലാസ്സിലെ എക്സാം പ്രോബ്ലംസ് ആയിട്ട് കണ്ട് നമ്മൾ ആ എക്സാം എഴുതാതെ അതിൽ നിന്ന് പിന്മാറിപ്പോയാൽ, നമ്മളത് അല്ലെങ്കിൽ അത് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വലിച്ചു കീറി കളഞ്ഞിട്ട് ഇറങ്ങി ഓടിയാൽ നമുക്ക് +1 എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതായത് ഏതൊരു കാര്യത്തിൽ ഏത് കാര്യം എടുത്തു നോക്കൂ, ഓപ്പർച്യൂണിറ്റി വേണോ, ഒരു പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഇന്ന് നിൽക്കുന്ന അതേ പൊസിഷനിൽ പോകാൻ പറ്റും. വിഷയമുണ്ടോ? ബാക്കിയുള്ളവർക്കുണ്ടോ? ഓക്കെ അല്ലേ? അതപ്പോ അവിടത്തെ ആയിരിക്കേ. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമുക്ക് നമ്മുടേതായ ഒരു ശക്തിയുണ്ട്. നമ്മൾ വെറും കേവലം ഒരു 4, 6 അല്ല 5, 5.5 അടി വലിപ്പത്തിലുള്ള ഒരു മനുഷ്യ ശരീരവുമായി നടക്കുന്ന, അല്ലെങ്കിൽ 6 അടിയൊക്കെ ഉള്ള മനുഷ്യ ശരീരവുമായി നടക്കുന്ന കേവല മനുഷ്യനാണ്, അല്ലെങ്കിൽ കേവല ഒരു രൂപമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളിൽ അസാധ്യമായിട്ടുള്ള, നമ്മളിൽ അകമയും നമ്മുടെ ശാരീരികപരമായിട്ടും ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നമ്മൾ അടുത്ത കാര്യങ്ങൾ ഇതിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ നിസ്സാരക്കാരായ അല്ല മനുഷ്യൻ, അവൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. അതുകൊണ്ട് നിസ്സാരമായിട്ടൊരു പൂച്ചയെ കണ്ട് ഓടെല്ലാം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള, അതായത് നമ്മൾ ശക്തനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സൂര്യനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂട്ടുകട്ടയെ ആശ്രയിക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ ശക്തനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂട്ടുകട്ടയെ ആശ്രയിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം നമ്മൾ ഏത് സാഹചര്യത്തിലും നമുക്ക് അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഒന്നാമത്തെ ആ സെക്ഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു സിംഹമാണ്, നമ്മൾ കേവലം ഒരു ഒരു എലിയായി മാറി. ഇനി നമുക്ക് അതിൽ നിന്ന് മാറണമെങ്കിൽ, ഇതെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതല്ലേ സത്യത്തില്, ശരിയല്ലേ? അതിൽ ആർക്കും
എന്നാ വ്യത്യാസമൊന്നുമില്ലല്ലോ, അത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്ലാസ് നമുക്ക് അതിനുള്ള റിസൾട്ടാണ് അടുത്ത ദിവസങ്ങളിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്ന ഒരു 15-20 മിനിറ്റ് ഉണ്ട്. ആ 20 മിനിറ്റിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ന്യൂറോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ന്യൂറോൺ വളരെ നമ്മളെ ഈ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കേട്ടോ. ഓരോരുത്തരെ കൊണ്ടുവരികയാണേ കേട്ടാ. ന്യൂറോണിനെ ജസ്റ്റ് നമുക്കൊന്ന്, ന്യൂറോണിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ന്യൂറോണിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. തലച്ചോറിൽ നമ്മുടെ തലച്ചോറ് നിർമ്മിച്ചിരിക്കുന്നത് ന്യൂറോൺ വെച്ചാണ്. ആ ന്യൂറോൺ നമ്മളുടെ അതായത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ, അതായത് 5 ഇന്ദ്രിയങ്ങളുമായി കണക്ട് ചെയ്താണ് ന്യൂറോൺ നമ്മളെ ബ്രെയിനിലേക്ക് പോവുക. നമ്മുടെ ശരീരത്തിൻ്റെ സ്പർശനം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണ് നമ്മുടെ ത്വക്ക്. നമ്മൾ എവിടെ തൊട്ട് കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ, റീഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവിടെ എല്ലാം സത്യത്തിൽ ന്യൂറോൺ ഉണ്ട്. അത് ബ്രെയിനിലേക്ക് പോകുന്നതാണ്. അതിൽ 10,000 ന്യൂറോൺ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതായത് 10,000 കോടി ന്യൂറോൺ ആണ് ഉള്ളത്. അതിലിപ്പോൾ 10,000 എന്നുള്ളത് 8.5 എന്നുള്ള കണക്കുണ്ട്. 1.5 ഇപ്പോഴത്തെ കണക്കെടുപ്പിൽ ചെറിയൊരു കുറവുണ്ട്. എങ്കിൽ പോലും 10,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് എത്രമാത്രം വർഷം എടുക്കും എന്നുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പറയാം. അത് വളരെ ഭീമമായ സംഖ്യയാണ് 10,000 കോടി എന്ന് പറയുന്നത്. 10,000 എഴുതിയിട്ട് ഒരു 7 പൂജ്യം കൂടി ഇടണം. അതായത് 1ഉം 11 പൂജ്യവും ചേർന്നാണ് 10,000 എന്ന് പറയുന്നത്. 10,000 കോടി ന്യൂറോൺ സ്വന്തമായിട്ട് തലച്ചോറിലുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ഏകകോശ ജീവിയായ അമീബ, അതും കോശമാണ്. ന്യൂറോൺ എന്ന് പറയുന്നത് എന്താണ്? നാഡീകോശമാണ്. നമ്മുടെ ശരീരം മൊത്തം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ വെച്ചാണ്. ഏകകോശ ജീവിയായ അമീബ അതിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് അതിന് നിലനിൽക്കാനുള്ള ഫുഡും കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടി ഒരു കോശം 1 സെക്കൻഡിൽ ഒന്നും തന്നെയാൽ അവിടെ തീർന്നു. അതിന് ഇവിടെ അതിജീവിക്കാൻ പറ്റുമെങ്കിൽ 10,000 കോടി ന്യൂറോൺ 1 സെക്കൻഡിൽ ഒന്നെന്ന് എണ്ണിയാൽ 3,100 സംതിങ് വർഷം വേണം ഈ 10,000 കോടി എണ്ണി തീർക്കാൻ. 1 സെക്കൻഡിൽ ഒന്നെന്ന് എണ്ണിയാൽ 3,600 വർഷം, 3,100 സംതിങ് വർഷം വേണം ഒരു മനുഷ്യന്റെ തലച്ചോറിലെ ന്യൂറോൺസിന്റെ എണ്ണം എണ്ണി തീർക്കാൻ. അപ്പൊ അത്രമാത്രം തലച്ചോറിൽ മാത്രം കോശങ്ങൾ ചോന്നു കിടക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. മനസ്സിലായി? അപ്പൊ ഈ കോശങ്ങള്, ന്യൂറോൺ എന്ന് പറയുന്ന നാഡീകോശങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എത്രമാത്രം ഡേറ്റാസുകൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുമോ, എത്രമാത്രം ഡേറ്റാസുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് അതായത് പഞ്ചേന്ദ്രിയങ്ങൾ ഉണർത്തി എത്രമാത്രം ഡേറ്റാസുകൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുമോ അതനുസരിച്ച് ന്യൂറോൺസുകളുടെ എണ്ണവും കൂടും. നമ്മൾ കിട്ടിയ അറിവിനെ വീണ്ടും അനലൈസ് ചെയ്ത് കൂടുതൽ ഐഡിയാസുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ച് ന്യൂറോൺസിന്റെ എണ്ണം എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുന്ന എനർജി എത്തിയ ന്യൂറോൺസുകളുടെ എണ്ണം. ഈ എല്ലാ ന്യൂറോണും മനുഷ്യന് വർക്കല്ല, അതിലേക്ക് എനർജി എത്തിയിട്ടില്ല. ഇന്ന് തന്നെ പറയുന്നത് അതായത് സാധാരണപ്പെട്ട മനുഷ്യൻ ഈ നമ്മൾക്ക് അനുഭവിച്ചിരിക്കുന്ന ഈ ന്യൂറോണിന്റെ 2% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രകാരന്മാരും, ഒരു സെക്കൻഡ്, മഹാ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നവരൊക്കെ എത്ര പോയിട്ടുള്ളൂ? 10% ഉപയോഗിച്ചിട്ടുള്ളൂ. കാണാൻ പറ്റുമെങ്കിൽ ഒരു ഫിലിമിനെ കുറിച്ച് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് കുറെ ന്യൂറോണിന്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. പറയട്ടെ. ലൂസി എന്ന് പറഞ്ഞ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ലൂസി
ലൂസി എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. അതൊന്ന് കണ്ടാൽ അത് ഈ ന്യൂറോൺ ഒരു 100% ഓപ്പൺ ആയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്ന ഒരു കൊറിയൻ സിനിമയായിട്ടാണ്, കൊറിയനോ ഈ ചൈനയോറ്റോ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇംഗ്ലീഷാണുണ്ട്. ലൂസി. വളരെ ലൂസി എന്ന് പറയുന്നത് ആദ്യകാലത്തെ സിംബ മറ്റേ നമ്മുടെ ഹോമോസാപ്പിയൻസുമായി ബന്ധപ്പെട്ടാണ് ആ ലൂസി എന്നുള്ള പേര് ഇട്ടിരിക്കുന്നത്. വളരെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ്, നല്ല ത്രില്ല് സിനിമയാണ്. പറഞ്ഞത് ആ ന്യൂറോണിൻ്റെ കുറച്ചുകൂടെ മനസ്സിലാവും കാര്യങ്ങൾ, കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവും. ഞാൻ പറയുന്നത് ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു ന്യൂറോണിൻ്റെ ഘടന എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഉദാഹരണത്തിലേക്ക് പോവാം. നമ്മളുടെ ഒരു ശരീരം എടുക്കുക. നമ്മളുടെ ഫുൾ ഈ ബോഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കാല്, ഓക്കെ, അത് ആ 2 കാല് അത് നമ്മുടെ ബാക്കി ഇത്രയും ഭാഗം കൈ ഒരു 1000 തൊട്ടൊരു 10,000 കൈ വരെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കാല് ഈ 2 കാലാണ്. 2 കാല് അല്ലെങ്കിൽ ഒരു കാലായിട്ട് കൂട്ടിയാലും മതി, ഒറ്റ കാലായിട്ട് കൂട്ടിയാലും മതി. കൈ നമുക്ക് ഒരു 1000 മുതൽ ഒരു 10,000 വരെ കൈകളുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് നമ്മളെ കാലിലേക്ക് ഒരു മെസ്സേജ് വന്നാൽ അതിനെ എന്ത് ചെയ്യാം? നമുക്ക് ഇതിലൂടെ ഈ 10,000 കൈകളിലൂടെ 10,000 വ്യക്തികൾക്ക് ആ മെസ്സേജ് പാസ് ചെയ്യാം. മെസ്സേജ് പാസ് ചെയ്യുന്ന ഏത് വഴിയായിരിക്കും? ഈ 10,000 വ്യക്തികളുടെ കാലുകളിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ 10,000 വ്യക്തികൾക്കും 10,000 കൈകളുണ്ട്. അവര് അടുത്ത വ്യക്തികളിലേക്ക് കൈമാറും. ഇങ്ങനെയാണ് ന്യൂറോണിൽ നിന്ന് നമ്മൾ ഒരു മെസ്സേജ് അടുത്ത ന്യൂറോൺസുകളിലേക്ക് കൈമാറുന്ന മെത്തേഡ് ഈ രീതിയാണ്. കണക്ഷൻ ആവുന്നുണ്ട്. നമ്മൾ വെറുതെ പോലെ ഒരു വേസ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം നമ്മൾ ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ, ആ ചിന്തിച്ചെടുക്കുന്ന മാത്രയിൽ അദ്ദേഹം ചിന്തിച്ച് ആ ചിന്ത അല്ലെങ്കിൽ നമ്മളൊന്ന് മൈൻഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആദ്യം സ്പാർക്ക് ചെയ്യുന്ന ന്യൂറോൺ 10,000ങ്ങളിലേക്ക് അപ്പോൾ കൈമാറും. അവിടെ നിന്ന് 10,000 പേര് കൊടുത്താൽ എത്ര ആയിരിക്കും? 10,000 × 10,000. ഇങ്ങനെയാണ് ഈ ന്യൂറോൺ സത്യത്തിൽ വിവരങ്ങൾ കൈമാറുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഞാനൊരു പ്ലാൻ ചെയ്യണം. ഞാനൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാനിത് കേട്ടു, ഓക്കെ, ഞാൻ ഇന്ന് മുതൽ പോസിറ്റീവ് ചെയ്യാം എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ പോസിറ്റീവ് കാര്യവും കൊടുക്കുന്ന ആൾക്കാർ പകുതി ആൾക്കാർ ചെയ്യടാന്ന് പറഞ്ഞ ആൾക്കാരായിരിക്കും, പകുതി ആൾക്കാർ ഇത് കൊള്ളൂലടാ നടക്കൂല എന്ന് പറഞ്ഞ ആൾക്കാരായിരിക്കും. മനസ്സിലായല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഇവിടെ വരെ വന്ന ആള് ഏറ്റവും കൂട്ടുകെട്ടുള്ളത് ആരുമായിട്ടാണോ കണക്ട് ആവുന്നത്, ഏറ്റവും കൂട്ടുകാരന്മാർ, അതായത് നമ്മൾ കൊടുക്കുന്ന 10,000 പേരിൽ ഒരു 8,000 പേര്, നമ്മൾ 10,000 എന്നുള്ള 1000 കൂട്ട്, 1000-ൽ ഒരു 800 പേര് ഇതിനെ നിഷേധാത്മകപരമായി എതിർക്കുന്ന ചിന്തിക്കുന്ന കൂട്ടരും ഒരു 200 പേര് ഇതിനെ സർഗാത്മകപരമായി അതിനെ സ്വീകരിക്കാനുള്ള മനസ്സുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ 800 പേരുടെ ചായ്വിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മാറുക. കണക്ഷനായോ ഞാൻ പറയുന്നത്? അപ്പോൾ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന പോരായ്മകൾ, അതിനെ നമ്മൾ വളം വെച്ച്, അല്ലെങ്കിൽ നമ്മളെ കഴിവില്ല, അല്ലെങ്കിൽ നമ്മളിൽ കിടക്കുന്ന തെറ്റായിട്ടുള്ള നിഷേധാത്മകപരമായിട്ടുള്ള ചിന്തകളും കൊണ്ട് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്ത്, ക്രിയാശക്തി തലത്തിനകത്ത് ചുവന്നുകൊണ്ട് നടക്കുകയാണ്. ആ ചുവന്നുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഏത് സ്ഥാനം പാസ് ചെയ്താലും ആദ്യം ചാടി വീഴുന്ന ആരായിരിക്കും? ഈ നിഷേധാത്മകപരമായ ടീമറായിരിക്കും. അതോടുകൂടി ഈ ആളും കൂടെ അതിൻ്റെ അകത്ത് അടിമയാവും. അതോടുകൂടി പിന്നെ എന്ത് ചെയ്യും? നമ്മളെ ബ്രെയിൻ തന്നെ പറയും നടക്കില്ല, ഇനി നടക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ന്യൂറോണിൻ്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ന്യൂറോ പാത്ത് തിരിച്ചു വിടാൻ പറ്റും.
സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ഒന്ന് പറയാമോ? എനിക്ക് കാണത്തില്ല നിങ്ങളെ, അതുകൊണ്ട് ലൈക്ക് ചെയ്ത് അറിയത്തില്ല. കാണുന്നുണ്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ന്യൂറോൺ എന്ന് നമുക്കറിയാം. ഇതാണ് ആ മനുഷ്യൻ. ഒരു സെക്കൻഡ്, ഞാൻ ഒന്നുകൂടെ വന്നേരാം. ഞാൻ ഇന്നൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സാറ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. കാണുന്നില്ല, ഒന്ന് സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കൂ. കാണുന്നുണ്ട് കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ബാക്കി എല്ലാവരും കാണുന്നുണ്ടോ? ആ കാണാം 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 കാണാം. ഇങ്ങനെയാണ് ഞാനിത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ നമ്മൾ ഏറ്റവും ഇപ്പം ആത്മാർത്ഥമായ നമ്മൾ പറഞ്ഞ അതേ കണക്ക് സത്യസന്ധമായിട്ട് ഇത്തിരിയെങ്കിലും ആത്മാർത്ഥമായിട്ടൊക്കെ പണിയെടുക്കുന്ന സുഹൃത്തുക്കളാണ് ചാറ്റ് ജി പി ടിയും ജെമിനിയൊക്കെ. അപ്പോൾ അവർ മാക്സിമം നമ്മളൊരു ഭാവനയ്ക്ക് അനുസരിച്ചൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്, അവരെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ ഇതാണ് ഒരു ന്യൂറോണെങ്കിൽ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിരവധി കൈകളാണ്. അവിടെ നിന്ന് ഇങ്ങനെ കൈമാറിയാണ് ഇത്രയും ഡേറ്റാസുകൾ തമ്മിൽ പോവുക. വളരെ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുള്ള സ്ഥലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇറങ്ങുന്ന ഡേറ്റാസ് നമ്മളെ ബ്രെയിനിൽ പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ അത്ര ഫാസ്റ്റാണ് ന്യൂറോണിൻ്റെ ആവേഗങ്ങൾ തമ്മിലുള്ള സഞ്ചാരം. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വളരെ സന്തോഷവും മൂടുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നതിനോ ഇനിയിപ്പോൾ നാളെ ചെയ്യാം. നമുക്കാണ് അത് ഒരു ദിവസമൊക്കെ മാറ്റി വയ്ക്കുന്നത്. ന്യൂറോൺ അതിനകത്ത് അതിനുള്ള വർക്ക് ചെയ്തിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നെഗറ്റീവിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടി നമ്മളെ വഴിതിരിച്ച് വിടാനായിട്ട്. ഓക്കെ, ഇതാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചെയ്യുക. ഇതാണ് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ന്യൂറോൺ എന്ന് പറയുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അതിനൊന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ഇത് ഒരു ന്യൂറോൺ ഏകദേശം 1000 മുതൽ 10000 വരെയൊക്കെ ഉള്ള 10,000 മുതൽ 10000 വരെയുള്ള ന്യൂറോൺസുകളിലേക്ക് കൈമാറാനുള്ള കണക്ഷൻ ഉണ്ട്. പക്ഷെ ഒരു ഡേറ്റാസേ എടുക്കുള്ളൂ കേട്ടോ. നമ്മൾ അത് മനസ്സിലാക്കിക്കണം. നമ്മൾ വരയ്ക്കും എപ്പോഴും നമ്മളെ ചിന്തകൾ ഒന്നിലധികം ചിന്തകൾ വരണമെന്നില്ല. എടുക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഡേറ്റാസേ എടുക്കുള്ളൂ, ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത കാണിച്ചില്ല. അതായത് ഇതിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഇവിടെ നിന്ന് എടുക്കുന്നത് ഒരു ഡേറ്റാസാണ് നമ്മൾ ഈ ഇതിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ കൈമാറുന്നത് ഈ ആയിരക്കണക്കിന് ന്യൂറോൺസുകളിലേക്ക് കൈമാറിയാലും എടുക്കുന്നത് ഒരു ഡേറ്റാസാണ്. അതുകൊണ്ട് മനുഷ്യൻ രക്ഷപ്പെട്ട്. ഈ 10,000 ഡേറ്റാസുള്ള ഒരു ന്യൂറോൺ ചോദിച്ചു വന്നെങ്കിൽ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് പോയാലും അങ്ങനൊരു ഇത് ഉണ്ട്. എന്തായാലും ഇങ്ങനെയാണ് ഇതിനെ ഡേറ്റാസുകൾ കൈമാറുന്നത്. ഇതുപോലെയാണ്. 10,000ങ്ങളിലേക്ക് 10,000 ഇൻറ്റു 10,000ത്തിലേക്ക് പോകും. ഞാനിവിടെ ഇതാണ് പുതിയ ഒരു മെസ്സേജായിട്ട് ഞാനൊരു ഉദാഹരണമാണേ. അതായത് ഇത് സർഗാത്മകപരമായത് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഡേറ്റാസുകൾ നിറച്ച ന്യൂറോണാണ് ഇതിനകത്ത്. ഇനി ഇതെന്ന് പറയുന്നത് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഡേറ്റാസുകൾ നിറച്ചു വെച്ചിരിക്കുന്ന ന്യൂറോണാണിത്. ഈ ന്യൂറോണിന് നമ്മൾ കൊടുത്ത ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ന്യൂറോണിന് ആ സ്വഭാവം കേട്ടോ. അല്ലാതെ ന്യൂറോണിന് പ്രത്യേകമായിട്ട് എന്തില്ല, നമ്മളെ പിന്തിരിപ്പിക്കണമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇന്നലെ വരെ കൊടുത്ത ന്യൂറോൺസുകളിൽ നെഗറ്റീവുകൾ കയറിയിരിക്കുന്ന ന്യൂറോൺസുകളാണ് ഇത്. അതുപോലെ പോസിറ്റീവുകൾ കയറിയിരിക്കുന്ന ന്യൂറോൺസുകളാണ് ഇത്. ഓക്കെ, കണക്ഷൻ ആവും തോന്നുന്നു. എനിക്ക് കുഴപ്പമില്ലല്ലോ, കണക്ഷൻ ആവുന്നുണ്ടോ? എനിക്ക് ആരെ കാണത്തില്ല. ഓക്കെ ആണോ? ഓക്കെ, ഇത് നമുക്ക് പുതിയൊരു ആശയം കിട്ടുകയാണ്, പുതിയൊരു സങ്കല്പം. ഇന്ന് നമ്മൾ വേണം നമുക്ക് ഒരു ഐഡിയ തുടങ്ങിയാലോ എന്ന് നമ്മൾ പറയണം. ഐഡിയ തുടങ്ങിയാലോ എന്ന് പറയുന്നു. ഒരു ന്യൂറോണിലേക്ക് കൈമാറുന്നു. ആ ന്യൂറോൺ അടുത്ത ന്യൂറോൺസിലേക്ക് കൈമാറി. എല്ലാവരും പുതിയ ലക്ഷ്യത്തിലേക്ക്, പുതിയ വർക്ക്ഷോപ്പൊക്കെ ഇട്ട് പുതിയ പരിപാടി തുടങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത മേഖലയിലേക്ക് ചെന്നപ്പോൾ ഇവിടെ 2 ടീമുകാർ ചെയ്യുന്നു.
അതിൻ്റെ തൊട്ട് മേലിൽ 2 കൂട്ടം ടീമുകാർ ഇരിക്കുന്നു. ഇവർ സ്വീകരിക്കുന്നതിൽ ഈ സർഗാത്മകപരമായി ചിന്തിക്കുന്ന പച്ച കളറിൽ കാണുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. ഈ പറയുന്ന ഒരു കൈ കളറിൽ കാണുന്ന ഇത് ഒരു ചുവന്ന കളറിൽ കാണുന്ന റെഡല്ല, അത് ആ കാണുന്ന അത് എണ്ണം കൂടുതൽ. നിഷേധാത്മകപരമായ മെസ്സേജുകൾ നിറഞ്ഞിരിക്കുന്ന ന്യൂറോൺസുകളുടെ എണ്ണം കൂടുതലുമാണ്. അങ്ങനെയെങ്കിൽ ഈ ചായ്വ് ഇങ്ങോട്ട് പോകണോ ഇതിലേക്ക് പോകണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് തന്നെ തീരുമാനിക്കാം. അതായത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ഈ നിഷേധാത്മകപരമായ ന്യൂറോൺസ് പറയുന്ന സമയത്ത് എന്തുകൊണ്ട്, എന്ത്, എപ്പോഴും, എങ്ങനെ, എവിടെ എന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് നല്ലതാണ്. കാരണം എന്നെ കൊണ്ട് കഴിയില്ല, എന്തുകൊണ്ട് കഴിയില്ല, അവിടെ പോകാൻ പറ്റൂല, എപ്പോൾ പോകണം, എപ്പോൾ, എങ്ങനെ, എവിടെ, അതിന് WH ക്വസ്റ്റ്യൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറവാണെങ്കിലും നമ്മളെ ചായ്വ് അതിലേക്ക് കൂടുകയും ഇതുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ എൻ്റെ മൊബൈലിൻ്റെ ഈ മൗസ് പോയിന്റ് കാണുന്നുണ്ടോ? കാണാമോ? ഇതുമായിട്ട് കണക്ട് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ ഒരു വൺ ടീമാവും. ഇദ്ദേഹം വളരെ കുറച്ചാവും. ഇവരുടെ എണ്ണം വളരെ പെട്ടെന്ന് കൂടും. അതുകൊണ്ട് നമ്മളെപ്പോഴും നിഷേധാത്മകപരമായ കാര്യങ്ങളെ എന്ത് ചെയ്യുക, നമ്മൾ സ്വീകരിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ നോക്കരുത്. അതിനാണ് ആശയങ്ങൾ, നമ്മൾ ഓരോ കാര്യത്തിനും ആശയം വെക്കണം എന്ന് പറയേണ്ട കാരണം അതാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എത്രമാത്രം ഒരു ആശയവൽക്കരണം ഉണ്ടാവോ, ഒരു വിഷയത്തെക്കുറിച്ച് ആശയവൽക്കരണം ഉണ്ടാവോ, അതനുസരിച്ച് ഇതിൻ്റെ ന്യൂറോൺസിൻ്റെ ഇവിടെ ഈ മയ്യാലിൻ അതായത് ഇത് കേബിൾ പോലെയാണ്, ഇതിൻ്റെ ബലവും കൂടും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആദ്യം നമ്മൾ സഞ്ചരിക്കുന്ന ഒരു കാട്ടിലൂടെ ആണെങ്കിൽ വളരെയധികം വെട്ടിത്തെളിച്ച് പോകേണ്ടി വരും. അങ്ങനെയാണ് ഒരു വിഷയവും ഒരു പുതിയ പഠിക്കുന്ന യാതൊരു കാര്യവും ഒരു ആള് സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു വളരെ വലിയ ഒരു കാട്ടിനകത്തൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഫീലാണ്. കാരണം വെട്ടിത്തെളിച്ച് മാത്രമേ, തടസ്സങ്ങളെല്ലാം മാറ്റി മാത്രമേ പോകാൻ പറ്റൂ. രണ്ടാമത് വരുമ്പോൾ കുറച്ചും കൂടി വൃത്തിയാകും. പിന്നെ കുറച്ച് ആളുകൂടെ, മൂന്നാമത്, നാലാമത്, അങ്ങനെ നിരന്തരം പോകുമ്പോൾ അതിലേക്കൂടെ നമുക്ക് ഓടിപ്പോകാൻ പറ്റും. അങ്ങനെയാണ് സത്യത്തിൽ ഈ ന്യൂറോണിൻ്റെ അവയവങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് ന്യൂറോണിൻ്റെ മെസ്സേജുകൾ പോകുന്നത്. അങ്ങനെയാണ് ആ മെസ്സേജുകൾ പോകുന്നതിൻ്റെ അങ്ങനെ പോകുന്നതിൽ നിന്ന് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വെട്ടിത്തെളിച്ചിട്ട് നമ്മൾ ഇങ്ങ് വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയിട്ട് എന്നിട്ട് പോവാം, ഇനി ഉടനെ പോയി ഞാൻ മടുത്ത് എന്ന സങ്കല്പത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ വീണ്ടും ചെല്ലുമ്പോൾ അത് കാട് പിടിച്ചിരിക്കും. ശരിയാണോ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആദ്യത്തെ ഹാങ് ഓവർ വിചാരിച്ചിട്ട് ഒരു കാരണവശാലും നിർത്തിക്കളയരുത്. അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ വഴി നിങ്ങൾക്ക് തെളിയും, നിങ്ങൾക്ക് ഈസി ആവും. നമ്മളില്ല ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെന്താ പറയുക, ആദ്യമായിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വാഹനം ഓട്ടിക്കുന്നു, സോറി ഓഫായി. ഓക്കെ, വാഹനം എന്താണ്, നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നു. അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് ജോലികൾ മനസ്സിലായില്ലേ, കൈകൊണ്ട് ചെയ്യാനുള്ള വർക്കുകൾ. അത് ഇവിടെ പിടിക്കണം, അവിടെ പിടിക്കണം, അപ്പുറത്ത് പിടിക്കണം, ഇപ്പുറത്ത് പിടിക്കണം, 2 കൈ കൊണ്ട്. പിന്നെ പോരെങ്കിലോ 2 കാലുകൊണ്ട് വീണ്ടും ചെയ്യണം 3 ജോലി. ഇത്രയും വർക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളവരുടെ ഇത് വളരെ പാടാണ്. ഈ 2 കൈയും 2 കാലും പോരാ, ഒരു കൈയും കൂടെ അധികം കിട്ടിയെങ്കിൽ, ഒരു കാലും കൂടെ അധികം കിട്ടിയെങ്കിൽ നമുക്ക് കൊള്ളാമായിരുന്നു എന്ന് പറയും. പക്ഷെ നമ്മളത് പഠിച്ചു കഴിയുമ്പോഴോ, അത് പഠിച്ച് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് അതിൻ്റെ ന്യൂറോപാത്ത് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനൊരു വിഷയമില്ല. മാസ്റ്റർ പറഞ്ഞ ജോലികൾ, അതായത് ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, പിന്നെ ഗിയർ, സ്റ്റിയറിംഗ്, ഹാണ്, ഇങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ ആള് മാസ്റ്ററിനെയും പറ്റിച്ച്, അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്തതിനേക്കാൾ 2 വർക്കും കൂടെ 2 ജോലിയും കൂടെ പിന്നെ വേറെ ചെയ്യും. മനസ്സിലായില്ലേ? അതായത് പഠിപ്പിച്ച് ഇത്രയും ഈ 2 കൈയും 2 കാലും കൊണ്ടും പറ്റില്ല ഇത്രയും ജോലി എന്ന് പറഞ്ഞ ആള് ഈ വണ്ടി ഓട്ടിക്കും, അതിനോടൊപ്പം മൊബൈലും വിളിക്കും, സ്കേർട്ടും വിളിക്കും. മനസ്സിലായില്ലേ?
പിന്നും വേണമെങ്കിൽ ഒന്നോ രണ്ടോ ജോലിയുടെ വേറെ ചെയ്യാനുണ്ട്, പറ്റും. അപ്പം അത്രമാത്രം എന്ത് ചെയ്യും, ഇത് ബ്രെയിൻ അത്രമാത്രം അവനെ അതിലേക്ക് പരുവാക്കി എടുക്കും. ആദ്യം ഇത് പറ്റൂല എന്ന് പറഞ്ഞ ആളാണ് മാസ്റ്റർ പഠിപ്പിച്ചു കൊടുത്തതിനേക്കാൾ 2 ജോലി കൂടെ എക്സ്ട്രാ പുള്ളി ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ ഓരോ ന്യൂറോണിന് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച്, വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതിലേക്ക് ഈ റോഡ് വെട്ടി തെളിക്കുന്നത് പോലെയാണ് ആ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ന്യൂറോണിനെ വഴിതിരിച്ചു വിടാം. ഇത് മനുഷ്യനാൽ കഴിയുന്നതാണ്. അങ്ങനെയോടെ നമ്മളെല്ലാവരും ഓരോരുത്തരും മനസ്സിലാക്കണം. മനുഷ്യനാൽ നേരത്തെ പറഞ്ഞ നമ്മൾ ആസൂത്രണം, നമ്മൾ എങ്ങനെ ആസൂത്രണം ചെയ്യുന്നോ അതനുസരിച്ച് ന്യൂറോൺസ് നമ്മളെ കൂടെ നിൽക്കും. അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ നിർത്തിയേക്കുന്ന ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കൊണ്ടൊരു പ്ലാൻ ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ തീർക്കാൻ പറ്റുക എന്നുള്ള അതൊരു വിഷയമല്ല, അങ്ങനെ വിചാരിച്ച് തുടങ്ങാതിരിക്കരുത്. നമ്മൾ ഇന്ന് ഒരു പ്ലാൻ, നാളെ നമുക്ക് ഇന്ന പ്ലാനുകളൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മളത് ചെയ്യാതിരിക്കരുത്. അതായത് തീരുമാനമെടുക്കുമ്പോൾ അല്പം ഒന്ന് പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആദ്യം ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. അതായത് ശ്രമിക്കാനെങ്കിലും, അത് അല്പമെങ്കിലും ചെയ്യാനെങ്കിലും തീരുമാനമുള്ള കാര്യങ്ങളെ പ്ലാൻ ചെയ്യാവൂ. അല്ലാതെ എന്ത് ചെയ്യരുത്, പ്ലാൻ ചെയ്യരുത്. കാരണം തലച്ചോറ് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ അവയവങ്ങൾ ന്യൂറോൺ കൊണ്ടുപോവുകയാണ്. നമ്മൾ അത് കാണണം, സ്വപ്നം കാണണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ മെസ്സേജ് നമ്മളെ ന്യൂറോൺ വഴി നാളെ നമ്മളെ മുതലാളി എന്തൊക്കെ ചെയ്യുമെന്നാണ് പറയണമെന്ന് ഇവർ ന്യൂറോൺസുകൾ തമ്മിൽ സംസാരിക്കും. നാളെ നമ്മളെ മുതലാളി കൃത്യമായിട്ടും വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇയാൾ കിടന്ന സമയത്ത് ഭയങ്കര കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ട് രാവിലെ എണീച്ച് എന്തെങ്കിലും വർക്ക് ചെയ്യുമെന്നൊക്കെ അവർ പ്രതീക്ഷിക്കും. എന്നിട്ട് നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പുള്ളിക്ക് ഒരു വർക്കും ചെയ്യാൻ മൂടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂടില്ല എന്നാ ഒരു ദിവസം വിശ്രമിച്ചോ പുള്ളി, ഇന്ന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇന്ന് ഞാൻ ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ വിശ്രമിച്ചാൽ നല്ലതാ, നാളെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ. ഇത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടന്നിട്ട് ഉയരെഴിഞ്ഞിരിക്കണം, എൻ്റെ തീരുമാനങ്ങളൊന്നും ഞാൻ ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്തില്ല. പണി എടുക്കുന്നതിനേക്കാൾ തലച്ചോറ് ടെൻഷൻ അടിച്ച് അവൻ എങ്ങനെ ഇത് വിശ്രമിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഇന്നൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇന്നൊരു വർക്കും ചെയ്യുന്നില്ല എന്നങ്ങ് ഉറപ്പിച്ചിട്ട് അന്ന് റിലാക്സ് ചെയ്ത് കിടന്നോ. എന്താണ്, ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ ഇന്നൊന്നും ചെയ്യുന്നില്ല. ഇത് പ്ലാനുകൾ എടുത്ത് വെച്ചിട്ട് ആ പ്ലാൻ ആലോചിച്ച് അയ്യോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മളെ ഫിസിക്കലി വർക്ക് ചെയ്യുന്നതിനേക്കാൾ 20% എനർജി കൂടുതലാണ് ചിന്തിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളിരുന്ന് ഇങ്ങനെ പ്രവർത്തിക്കാതെ ചിന്തിച്ച് കൂട്ടുമ്പോൾ അവിടെ നമ്മളെ ഹാപ്പി ഹോർമോൺ മൊത്തം, അതായത് ഡോപ്പമിനാണ് നമ്മളെ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സൃഷ്ടിക്കുന്ന ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത്. ഹാപ്പി ഹോർമോൺ ഒരു സ്ഥലത്തുനിന്നും പൈസ കൊടുത്ത് മേടിച്ചാൽ കിട്ടുന്ന സാധനമല്ല. നമ്മളൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ചെയ്താൽ മാത്രം മതി ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മളൊരു തീരുമാനം എടുക്കുക, അത് ഇച്ചിരി ചെറിയ തീരുമാനങ്ങൾ എടുക്കുക, ആ ചെറിയ തീരുമാനങ്ങൾ ചെയ്യുക. ആ ചെയ്യുമ്പോഴത്തേക്ക് ഹാപ്പി ഹോർമോൺ നമ്മളിലേക്ക് വരും. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്, നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോഴും ഇതെല്ലാത്തിനും ഈ ഡോപ്പമിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിലേക്ക് അഡിഷനായി പോകുന്നതും ഡോപ്പമിനാണ്. മദ്യം കഴിക്കുമ്പോഴും ഡോപ്പമിനാണ്, സിഗരറ്റ് വലിക്കുമ്പോഴും ഡോപ്പമിനാണ് നമുക്ക് കിട്ടുന്നത്. അതായത് അത് എല്ലാത്തിലേക്കും ഇദ്ദേഹം കൊണ്ടുപോകും. ഏത് ചെയ്യുന്നോ അതിനെ വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹോർമോൺസാണ്. അങ്ങനെയാണ് അതിനെ ഹാപ്പി ഉള്ളത്. പിന്നെ നമുക്ക് ഇന്നലെ കുറച്ച് കുടിച്ച ആളിന് അടുത്ത ദിവസം കൂടുതൽ കുടിക്കണം, ഇന്നലെ ഒരു സിഗരറ്റ് വലിച്ച ആളിന് അടുത്ത ദിവസം 2 സിഗരറ്റ് വലിക്കണം, ഇന്നലെ 10 റീൽസ് കണ്ടെങ്കിൽ ഇന്ന് 15 റീൽസ് കാണണം. ഇങ്ങനെ അതിൻ്റെ ആവർത്തനങ്ങൾ കൂടും. ഡോപ്പമിൻ ഹോർമോൺ എന്ന് പറയുന്നത് അപകടകാരിയാണ്. എന്നാൽ അയാൾക്ക് മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കാനും പറ്റൂ. ഇത് മനസ്സിലായില്ലേ? അപ്പം ഇത് നമ്മൾ ശ്രദ്ധിച്ചോളാം. അപ്പം നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അതായത് മുന്നേ തീരുമാനമെടുത്ത് അത് ചെയ്യുക. ആ തീരുമാനമെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് അവിടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഡോപ്പമിൻ ഹോർമോൺ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ അടുത്ത ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കും. ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അത് വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ അറിയാതെ നമ്മൾ മാറും.
കണക്ഷൻ ആയോ? പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ ന്യൂറോണിന്റെ ഒരു റൂട്ട് ഇതാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ന്യൂറോണിനെ കുറിച്ച് വ്യക്തമായെന്ന് തോന്നുന്നു. ഞാനത് ഒരാളിനെ വെച്ചിട്ട് ആണ്. വ്യക്തമായല്ലോ അല്ലേ? ന്യൂറോണിനെ കുറിച്ച് അറിഞ്ഞുകൂടാതിരുന്ന ശരിക്ക് നമ്മൾ പാവമായി ജീവിക്കേണ്ടി വരും. കാരണം ആർക്കും നമ്മളെ എങ്ങനെ ഉപയോഗിക്കാം ന്യൂറോണിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ, അതിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ. മറ്റേ നമുക്ക് മനസ്സിലാവും. നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ എവിടെ സ്റ്റോപ്പ് ചെയ്യണം, ഇതിനെക്കുറിച്ച് അതാണ് നമ്മുടെ ഈ മെഡിറ്റേഷനായാലും അല്ലെങ്കിൽ നമ്മളൊരു വേറൊരു ആത്മീയ വശം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യവും അതാണ്. അതായത് നമ്മളുടെ ബോധം, നമ്മുടെ ഒരു അറിവ് ഏത് മേഖലയിലാണോ ആ മേഖലയിലേക്ക് ഇപ്പോൾ നമുക്ക് ന്യൂറോൺസിൻ്റെ അകത്തേക്ക് മനുഷ്യന് കടന്നു പോകാൻ പറ്റും. അവൻ അത്രയും സൂക്ഷ്മതയിലേക്ക് എത്താൻ പറ്റും. അതാണ് മനുഷ്യനുള്ള പ്രത്യേകത. അത്രയും സൂക്ഷ്മമായി അവന് ചിന്തിക്കാൻ പറ്റും. അവൻ്റെ ഓരോ ശരീരങ്ങളിലേക്കും അവന് കടന്നു ചെല്ലാൻ പറ്റും. ശരീരത്തിൻ്റെ അവൻ്റെ ഓരോ കോശങ്ങളിലേക്കും കടന്നു ചെല്ലാൻ പറ്റും. അതിനെക്കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ, അതിനെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ എത്താൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ന്യൂറോൺസിനെ നമുക്കൊപ്പം നിർത്തുക. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഈ തീരുമാനം എടുക്കുക എന്ന് പറയുന്നല്ലോ, നമ്മൾ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇതിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടോ? എന്തായാലും സാറേ, ഞാൻ എന്റെ കമ്പനിക്ക് ഞാൻ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ തീരുമാനം എടുത്ത് ഇന്നത് പ്രിന്റ് ചെയ്യാൻ കൊടുത്ത് നാളെ അത് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അത് കാല് പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ കാല് പണി കഴിഞ്ഞാൽ അത് സെറ്റ്. ഇന്നലെ വർക്ക് ചെയ്തു. വർക്ക് ചെയ്തു. ഓക്കെ. വേറെ ആരെങ്കിലും? എന്റെ ഡെയിലി ആക്ടിവിറ്റി അനുസരിച്ചുള്ള കമ്മിറ്റ്മെന്റ്സ് ഷെഡ്യൂളറാണ്. അത് കൃത്യമായിട്ട് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഡെയിലി ചെയ്യുന്നതിനേക്കാൾ ഡെയിലി ചെയ്തോട്ടെ. അതിന്റെ കൂടെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ കുറച്ചും കൂടി, അതായത് അപ്ഡേഷൻ ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും കൂടെയൊക്കെ ചെയ്താൽ നല്ലതാണ്. സത്യത്തിൽ ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. അതായത് നമ്മളൊരു ദിവസം നമ്മൾ അറിയാതെ എടുക്കുന്ന തീരുമാനം എത്രയാണെന്ന് അറിയാമോ? അപ്പോൾ നമ്മൾ മനസ്സിലാവും. നമ്മളെ ബ്രെയിനും നമ്മുടെ ഇതായിട്ട് പറയണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തുടങ്ങിയത് അതിനു വേണ്ടിയാണ്, ന്യൂറോണിനെ കുറിച്ച് അവിടെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാനത് സാറിൻ്റെ കത്തി ചോദിച്ചത്. നമ്മൾ ഡെയിലി ചെയ്യുന്ന പ്ലാനുകൾക്കൊപ്പം മറ്റു പ്ലാനുകൾ, ഞാൻ അതിനകത്ത് ഞാൻ പറയുന്ന തീരുമാനം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ നേരം വെളുത്താൽ അവൻ ഉറങ്ങുന്നതിനകത്ത് എത്ര തീരുമാനം എടുക്കാം, എത്ര മണിക്ക് എണീക്കണമെന്നുള്ളൊരു തീരുമാനം. എണീറ്റ് കഴിഞ്ഞാൽ അവന് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, എന്ത് വേണം എന്നുള്ള തീരുമാനം. അല്ലെങ്കിൽ തലയ്ക്കും ദിവസമായിരിക്കാം. അന്നത്തെ ജോലിക്ക് അന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് ഷർട്ട് ഇടണം, മനസ്സിലായി, ഏത് ബസ്സിൽ പോകണം, ഏത് വാഹനത്തിൽ പോകണം. ഇങ്ങനെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ, വൈകിട്ട് അവൻ എത്ര മണിക്ക് അവിടെ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് എന്തൊക്കെ മേടിക്കണം, എന്തൊക്കെ വീട്ടിലേക്ക് മേടിക്കണം. ഇങ്ങനെ ഒരു ദിവസം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വലുതാണ്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ ഇത്രയും തീരുമാനങ്ങൾ എടുക്കുന്നതിനോടൊപ്പം നമ്മളെ ലോങ് ടൈമിലേക്കുള്ള, അതൊക്കെ അന്നത്തെ ഷോർട്ട് ടൈമിലുള്ള അന്നത്തെ ആവശ്യത്തിനുള്ള തീരുമാനങ്ങളാണെങ്കിൽ അതിൻ്റെ കൂടെ ലോങ് ടൈമിലുള്ള തീരുമാനങ്ങളും കൂടെ പീസ് ആക്കുക. അതായത് കുറച്ച് അറ്റോമിക് ആക്കുക. എവിടെ എത്താനുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് പ്ലാൻ, അതിനകത്ത് ഇതിനെയും കൂടി എല്ലാവരും അങ്ങനെ അത് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മളെ തീരുമാനങ്ങളും നമ്മുടെ ഒരു പാഷനും അതുമായിട്ട് അറ്റാച്ച്ഡ് ആവും, ഇണങ്ങും. ഇതുമായി ബന്ധമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കും, നമ്മളെ ശ്രദ്ധാതലത്തിൽ നിൽക്കും. അത് ഇല്ലെങ്കിൽ നമ്മൾ അയ്യോ ഇന്നലെ നമ്മളൊരു പ്ലാൻ ചെയ്താണല്ലോ, ഇന്ന് നടന്നില്ലല്ലോ, ഇങ്ങനെ വരും. അപ്പം നിത്യ ജീവിത തീരുമാനങ്ങളിടയിലൂടെ അവരെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റണം. അതിനെ മാറ്റി നിർത്തുന്നതാവരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ പല ക്ലാസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്ലാൻ, എനിക്ക് എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വന്നു, അതുകൊണ്ട് ഇന്ന്
ഞാൻ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ വരായിരുന്നത്. അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഗസ്റ്റുകളാണെങ്കിൽ 1 മണിക്കൂർ എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് മാറുന്നതിൽ അവരെന്തോ ചെയ്യും? ഒന്നും ചെയ്യില്ല. അവർ പറയുള്ളൂ വേറെ എന്തെങ്കിലും ഡിജിറ്റൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയുള്ള ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ പ്ലാനോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അവിടെയൊക്കെ നമുക്ക് മറ്റൊരു ഇതുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളുടെ തീരുമാനങ്ങൾക്ക് നമ്മുടെ ഇഷ്ടത്തിനും നമ്മളുടെ ഐഡിയാസിനും വേണ്ടി മാത്രം നമ്മളെ സമയം ചിലവാക്കും. അതല്ല, നമ്മൾ നിത്യ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണോ അത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് എടുക്കുന്നതാണ്. അതേപോലെ നമ്മളുടെ തീരുമാനങ്ങളും സബ് കോൺഷ്യസ്, അതായത് തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും കോൺഷ്യസ് മൈൻഡാണ്, നമ്മളെ ബോധമാണ് നമ്മൾ തീരുമാനം എടുക്കണം. എന്നിട്ട് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് അങ്ങ് ഇണക്കി എടുക്കാൻ നോക്കണം. അപ്പോൾ അദ്ദേഹം അങ്ങ് നമ്മളങ്ങ് കൊണ്ടുപോയിക്കോളും, വർക്ക് ചെയ്തോളും. അതുകൊണ്ട് ഞാൻ ഈ തീരുമാനം എടുക്കുന്നതാണ്. തീരുമാനം എടുക്കുന്നത് ന്യൂറോണിന് നല്ല പ്രചോദനമാണ്. പക്ഷേ തീരുമാനമെടുത്തിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നത് വളരെയധികം തീരുമാനം എടുക്കാതിരിക്കുന്ന ആളിനേക്കാൾ പ്രശ്നമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 5 മണിക്ക് എണീക്കാൻ പ്ലാൻ ചെയ്തിട്ട് കിടന്നുറങ്ങിയ ആള് 5 മണിയായിട്ട് അല്ലെങ്കിൽ ഒരു 6 മണിക്ക് ആണ് എണീക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനുണ്ടാവുന്ന മാനസിക സംഘർഷവും ഒരു പ്ലാനും ഇല്ലാത്തവൻ 11 മണിക്ക് ഉറക്കം എണീക്കുന്നതിൻ്റെ മാനസിക സന്തോഷം രണ്ടാണ്. മനസ്സിലായില്ലേ? ഒരു പ്ലാൻ ഇല്ലാത്തവൻ സന്തോഷിച്ചിരിക്കും. കാരണം അവൻ കാണുന്നതെല്ലാം വിശാലമായിട്ട് അവൻ ഉറങ്ങും, അവന് വരുന്നില്ല. പക്ഷേ പ്ലാൻ ചെയ്തെന്താണ് ഞാൻ പറഞ്ഞത്, അവൻ 1 മണിക്കൂർ ഡിലേ വന്നപ്പോൾ അവനുണ്ടായൊരു പ്രോബ്ലംസ് ഉണ്ട്. അതൊരു പക്ഷേ അങ്ങനെ എനിക്ക് സംഭവിച്ചാൽ ഞാൻ എന്ത് പകരമോ എൻ്റെ തീരുമാനത്തിനപ്പുറമാണ് സംഭവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കും. നിരന്തരം അതൊക്കെ തന്നെ സംഭവിക്കുന്നു. പക്ഷേ നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ അറിയാമോ? എൻ്റെ ബോഡിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു, ഞാൻ ഇന്നലെ അതനുസരിച്ച് പണിയെടുത്തു. ഞാൻ വെറുതെ ഇരിക്കുന്ന ആളല്ല, പണിയെടുത്തു. അപ്പോൾ ബോഡിക്ക് എന്തുണ്ട്? ക്ഷീണമുണ്ട്. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ മാത്രം, എൻ്റെ ഇത് മാത്രം നോക്കിയാൽ പോരല്ലോ. എൻ്റെ ശരീരത്തിനെ നിലനിർത്തണം, അതിനെത്തിരി റെസ്റ്റ് കൊടുക്കണം, എൻ്റെ തലച്ചോറിനല്ലേ അറിയാവൂ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലല്ലേ അറിയാവൂ. 1 മണിക്കൂർ അവരങ്ങ് എടുത്ത് അധികം സിമ്പിൾ. അല്ലാതെ നടക്കാതെ 1 മണിക്കൂർ കൊണ്ട് എന്തെങ്കിലും നഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് 24 മണിക്കൂറിൽ 23 മണിക്കൂറും പിന്നെ വേസ്റ്റ് ആക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ആലോചിച്ചിരുന്നു? അതങ്ങനെ അങ്ങ് ഹെൽത്തി ആയിട്ട് അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി, അതൊക്കെ സംഭവിക്കും. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, അതൊക്കെ ന്യൂറോണിനെ മാനസിക സംഘർഷമാക്കാതെ അത്തരം പ്രവൃത്തികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവിടെ സംഘർഷമാക്കി കഴിഞ്ഞാൽ ന്യൂറോൺസ് നമ്മളെ എപ്പോഴും ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു ഭയവും അല്ലെങ്കിൽ ഒന്നും നടക്കുന്നില്ല, നമ്മളെ തന്നെ വെറുത്തുകൊണ്ടിരിക്കും. ഒരു കാര്യം, നമ്മളുടെ കോശങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. നമുക്കറിയാം, നിരവധി കോശങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, നിരവധി കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ കാണുന്ന, അതായത് വളരെ വളരെ ചെറിയ സമയങ്ങളിലാണ് കോശങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മരിക്കാറായ വയസ്സായ കോശങ്ങളൊക്കെ ഉണ്ടല്ലോ, യുവത്വമൊക്കെ കഴിഞ്ഞ് വയസ്സിലോട്ടായിരിക്കുന്ന കോശങ്ങളൊക്കെ എപ്പോഴും പറയണത്തിൽ റെസ്റ്റ് എടുക്കാതെ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ ബ്രെയിനിനോട് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു ടെൻഡൻസി അതാണ്. ഇത് വെറുതെ വയ്യടേ, ഞാൻ വയസ്സായി ക്ഷീണിച്ച് എന്ന് കോശങ്ങൾ പറയണം. അപ്പോഴേ ഈ ഉണർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു വന്ന ചുടുകൊടുക്ക പയ്യന്മാരായിട്ടുള്ള കൊച്ചു കോശങ്ങളുണ്ട്. കൗമാരത്തിലോട്ടൊക്കെ എത്തി നിൽക്കുന്ന കോശങ്ങളുണ്ടല്ലോ, അവർക്ക് മാക്സിമം അവർക്ക് എന്തെങ്കിലും ചെയ്യാനാണെന്ന് തോന്നുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അവരുമായിട്ട് കൂട്ടുകൂടുന്നതായിരിക്കും നല്ലല്ലേ, വയസ്സന്മാരായ കോശങ്ങളായിട്ട് കൂട്ടുകൂടാതെ യുവത്വത്തിൽ നിൽക്കുന്ന യുവാക്കളായിട്ട് നിൽക്കുന്ന കോശങ്ങളായിട്ട് കൂട്ടുകൂടിയ ഒരു പക്ഷേ കുറച്ചും കൂടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നാളത്തെ നോട്ട് വളരെ വളരെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട, അതായത് നമുക്ക് കഴിവില്ലാതെ ആയിപ്പോയതിൻ്റെ പിന്നിൽ നമ്മളുടെ ശത്രുക്കൾ ആരാണെന്ന് കണ്ടെത്തലാണ് നാളെ. അതായത് നമ്മൾ സിംഹമായിരുന്ന നമ്മൾ എലിയായി മാനസികാവസ്ഥയിലേക്ക് അത്രയും കഴിവുള്ള ഒരു ജീവി ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞ് തല താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നിനും പറ്റൂല എന്നുള്ളതല്ല, നമ്മൾ തീരുമാനിച്ച തീരുമാനങ്ങൾക്ക് കൃത്യമായി എത്താൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ വിചാരിച്ചിരിക്കുന്നതിനെ, അങ്ങനെ എത്തിച്ചതിൻ്റെ പിന്നിൽ ഉള്ള ശത്രുവിനെ നാളെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് റെഡിയാക്കണം, വധിക്കണം.
ഓക്കെ, ആ ആളിനെ, ആ ടീമിനെ ഇല്ലായ്മ ചെയ്യണം. അത് ആരാണെന്ന് കണ്ടെത്തലാണ് നാളെ. അത് നാളത്തെ നോട്ട് വളരെ വ്യക്തമായിട്ട് വായിച്ചു വേണം. അതായത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ശത്രു ആര്, അത് കണ്ടെത്തണം. കാരണം ഈ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ആക്കിയെടുത്തത് ആര്? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതെല്ലാം നമ്മൾ ഇപ്പൊ തന്നെ മലയാളി സുഹൃത്തുക്കളായ നമ്മളിന് എത്ര രാജ്യത്തുള്ളവരാണ്? എല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാരിൽ ഇത് കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇത് ആരാണ് നമ്മളിങ്ങനെ ഈ രീതിയിലേക്ക് പെരുക്കിയെടുത്തത്? അവരെ നമുക്ക് തിരിച്ചറിയുകയും അവരെ പിന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മളടുത്ത് അടുപ്പിക്കുകയും ചെയ്തത്. അവരെ മാക്സിമം നോ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കണം. അത് ഇനി ആരാണെന്ന് നാളത്തെ ക്ലാസ് കഴിഞ്ഞ ശേഷം നമ്മൾ ഓരോരുത്തരും അനലൈസ് ചെയ്യുമ്പോൾ അറിയാം ആരെയൊക്കെയാണ് നമ്മൾ നാളെ ഒഴിവാക്കേണ്ടതെന്ന് അറിയാം. ഓക്കെ, 17 ഇന്ന് ക്ലാസ് ഞാൻ ഉദ്ദേശിച്ച പോലെ ആയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സംസാരിക്കാമോ? ആയിട്ടുണ്ട് സാറേ. സാറ് പറഞ്ഞ അത്രയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് പ്ലാൻ ഇന്ന് ഒരുപാട് സംഭവമായിട്ട് ചെയ്ത് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് മൊത്തത്തിൽ എനിക്കത് പറയാൻ പറ്റില്ല. അതിനെ പറഞ്ഞു ഞാൻ, എങ്കിൽ നിങ്ങൾക്ക് ന്യൂറോണിൻ്റെ ഒരു പവർ മനസ്സിലായല്ലോ. വേറൊരു കാര്യം പറയാം. അതായത് നമ്മൾ ചൂട് വെള്ളത്തിൽ നമ്മൾ ചവിട്ടുന്നു, അല്ലെങ്കിൽ ചൂടിൽ നമ്മൾ ചവിട്ടുന്നു. ഈ ചൂട് ആവേഗം കൊണ്ടുപോകുന്ന ന്യൂറോൺസുകളല്ല തണുപ്പ് കൊണ്ടുപോകുന്നത്. ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മനസ്സിലല്ലേ? അപ്പൊ ഇപ്പൊ നമ്മളെ ബ്രെയിന് രണ്ട് രാജ്യങ്ങളിലായിട്ട് രണ്ട് സ്റ്റാഫുകളാണ് നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണം അമേരിക്കയും ചൈനയും. ഇപ്പൊ ചൈനയിലുള്ള വ്യക്തി ഫോൺ കോൾ വരുമ്പോൾ തന്നെ ഞാനാണ് ഹെഡ് എന്ന് വിചാരിക്കുക, ഞാനാണ് ബ്രെയിൻ എന്ന് വിചാരിക്കുക. രണ്ട് സ്റ്റാഫുകൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ചൈനയിൽ നിന്ന് അവിടുത്തെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചൂട് മെസ്സേജുകൾ കൊണ്ടുവരാനാണ്, അമേരിക്കയിൽ ഏൽപ്പിച്ചിരിക്കുന്ന തണുത്ത മെസ്സേജുകൾ കൊണ്ടുവരാനാണ്. അപ്പൊ ഈ കോള് കേൾക്കുമ്പോൾ തന്നെ, കോളിന്റെ ബെല്ലടി കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ചൂടാണോ തണുത്തതാണോ മെസ്സേജ് കൊണ്ടുവരാൻ പോണെന്ന്. അതുകൊണ്ട് നമ്മൾ തീയിലൊക്കെ തൊടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ന്യൂറോൺ ആ നിമിഷം അവിടെ അനങ്ങുമ്പോൾ ബ്രെയിൻ ആ വേദന ഗസ് ചെയ്യും, എടുക്കും, അവിടെ ഉണ്ട്, ഫീൽ ചെയ്യും, അപ്പോൾ തന്നെ അവിടെ ഔട്ട് ചെയ്യും. എത്തിയിട്ടല്ല, കാരണം ഇതാണ് കൊണ്ടുവരണമെങ്കിൽ ചൂട് എന്നെ കൊണ്ടുവരണമെന്ന് ആർക്കറിയാം? ബ്രെയിൻ അറിയാം. അപ്പം എന്ത് ചെയ്യാം, എന്തായാലും അവൻ ചൂട് കൊണ്ടുവന്ന് എന്നെ ആ ചൂട് ഫീൽ ചെയ്യിപ്പിക്കുന്നു, മുമ്പ് വേഗം ഫീൽ ചെയ്തേക്കാം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ ഏതൊരു കാര്യവും ഞാനിത് പറഞ്ഞു പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇന്നലെ വരെ നമ്മൾ കഴിച്ചിട്ടുള്ള രുചികളുണ്ട്. ആ രുചികൾ ഓരോ രുചികളും ഓരോ പുതിയ രുചികളും കൊണ്ടെത്തിക്കുമ്പോൾ പുതിയ ന്യൂറോൺസാണ് ഓപ്പൺ ആവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ ന്യൂറോൺസിനെ ഓപ്പൺ ആക്കാൻ പറ്റും. നമുക്ക് ഇന്നലെ വരെ ലഭിച്ചിട്ടുള്ള മണങ്ങളുണ്ട്, അതിലൊക്കെ ഓരോ വ്യത്യസ്തമായ ന്യൂറോൺ പരമ്പരകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് പുതിയ പുഷ്പങ്ങളും പുതിയ കാര്യങ്ങളും പഴയത് തന്നെ മറന്നിരിക്കുന്ന മണങ്ങളുണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പഴയ നമ്മളെല്ലാം പുഷ്പത്തിന്റെയും അല്ലെങ്കിൽ ഓറഞ്ചിന്റെ ഒക്കെ മണമൊക്കെ നമ്മൾ ഓറഞ്ചൊക്കെ കഴിക്കും. നമ്മൾ പണ്ട് കൊച്ചിലേക്ക് നമ്മളിങ്ങനെ അത്രയും മണപ്പിക്കുമായിരുന്നു. അങ്ങനെ മണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ ശബ്ദങ്ങൾ, ഇത്രയും കാലം കേൾക്കാത്ത പുതിയൊരു ശബ്ദം ഉണ്ടായാൽ പുതിയ ഒരു പാറ്റേൺ ന്യൂറോൺ ആണ് ഓപ്പൺ ആവുന്നത്. ഇപ്പൊ വ്യത്യസ്തമായ പുതിയ വഴികൾ ഇന്നലെ വരെ നമ്മൾ സഞ്ചരിച്ചിട്ടുള്ള നമ്മളെല്ലാ സ്ഥലത്തും. ഉദാഹരണം, ഇപ്പൊ ഞാൻ ചായ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് ചായ കുടിക്കുക എന്ന് പറഞ്ഞതൊരു വളരെ ഒരുപാട് മെസ്സേജുകൾ ലഭിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചായ കുടിക്കാനായിട്ട് പോകുന്നതും അവിടെ ഇരിക്കുന്നതും ചായ കുടിക്കുമ്പോൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും. ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ലോങ്ങിൽ യാത്ര ചെയ്യണ സമയത്ത്, ഇപ്പോൾ കോട്ടയത്തോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് സ്ഥിരം പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു കോട്ടയത്ത് ജോലിയുള്ള സമയത്ത്. അപ്പം നമുക്കവിടെ 1-2 കടയിൽ ഇടയ്ക്കുണ്ട്. ആ കടയിൽ ഇറങ്ങി നമ്മൾ ചായ കുടിക്കും, സ്ഥിരമായി നമ്മൾ കുടിക്കുന്ന കടയിൽ പോയി കുടിക്കും. പക്ഷെ നമ്മളൊരു കാരണവശാലും ഈ ന്യൂറോണിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇനി വരുന്ന നമ്മളുടെ പുതിയ പ്ലാനുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ പ്ലാനുകൾ ഡെവലപ്പ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്ഥിരമായി കുടിച്ചുകൊണ്ടിരുന്ന എല്ലാ കടകളും എന്ത് ചെയ്യുക, ഇടയ്ക്ക് മാറ്റുക.
സ്ഥിരമായി പൊക്കൊണ്ടിരുന്ന കടകൾ മാറ്റുക. അവരുമായിട്ട് കംപ്ലീറ്റ് ബന്ധം ഇല്ലാതാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളായിട്ട് വളരെയധികം അടുത്തുള്ള ബന്ധമാണ്. പക്ഷേ അവിടെ നമുക്ക് ഒബ്സർവേഷനും നിരീക്ഷണവും ഒന്നുമില്ല. നമ്മൾ ചെല്ലുമ്പോൾ അറിയാം അവിടെ ടേബിൾ എവിടെയാണ്, സ്റ്റാഫ് എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ സാധനങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, ഇതെല്ലാം അറിയാം. അവിടെ നമുക്ക് പിന്നെ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നതിൻ്റെ കണക്ഷൻ മനസ്സിലായി. നിങ്ങൾ നിലവിലുള്ള സുഹൃത്തുക്കളൊന്നും ഇല്ലാതാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പുതിയൊരു കടയിലാണെങ്കിലോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നവരെ നോക്കും, അല്ലെങ്കിൽ അവിടെ സാധനം മാനേജറെ നോക്കും, അല്ലെങ്കിൽ അവിടുത്തെ ക്യാഷ്യറെ നോക്കും, അവരുമായിട്ട് ഒരു ബന്ധം ബോൾഡ് ചെയ്യാൻ ശ്രമിക്കും, നമ്മൾ പ്രത്യേക ഒരു ബോഡി ലാംഗ്വേജ് പിടിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. മറ്റെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വഭാവം അറിയുന്ന സ്ഥലമാണത്. അവിടെ പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യൊക്കെ ഇല്ല. അപ്പോൾ ഇതെല്ലാത്തിലും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. അതുപോലെ കുളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതായത് ഇത് സത്യത്തിൽ ക്രിയേറ്റിവിറ്റി ഓപ്പൺ ആക്കാനാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതായിരിക്കും. കുളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, വലത് കൈ കൊണ്ടാണ് നമ്മൾ സോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇടത് കൈ കൊണ്ട് സോപ്പ് ഇടാൻ നോക്കുക. മഗ്ഗിലാണ് വെള്ളം കോരി വിത്തണമെങ്കിൽ ഇടത് കൈ കൊണ്ട്, ബ്രഷ് ചെയ്യണമെങ്കിൽ ഇടത് കൈ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിരന്തരം വലത് കൈ കൊണ്ട് ചെയ്തിരുന്ന പ്രവൃത്തികൾ ഇടത് കൈ കൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഇങ്ങനെയുള്ള കാര്യമാകുമ്പോഴത്തേക്ക് ന്യൂറോൺസുകൾ അത്രയും ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജിന് എന്ത് ചെയ്യും, പുതുതായി കിട്ടുന്ന ഒരു മെസ്സേജിനെ പഴയ അറിവുകളായിട്ടായിരിക്കും കൂട്ടിക്കെട്ടണം. പഴയ കാര്യങ്ങളെ നേരത്തെ പറഞ്ഞ ആസൂത്രണമൊക്കെ കൂടുതൽ ഐഡിയാസ് നമ്മുടെ തലച്ചോറിൽ രൂപം കൊള്ളും. അതുപോലെ നമ്മൾ ചില കടകളിൽ അല്ലെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങാനായിട്ട് പോകുമ്പോൾ അത് ഒരു മൈൻഡിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയണത്. ഇത് കണക്റ്റ് ആവുന്നവരത് ചെയ്യുക, ചെയ്താൽ അത്രയും നല്ലത്. ഞാൻ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്താ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങാനായിട്ട് പോവുകയാണ്, അവിടെ അതില്ല, മനസ്സിലായി. ഇപ്പോൾ അവിടെ ഇല്ല. ഉദാഹരണം, നമ്മൾ സാമ്പാറിന് വേണ്ടി മലക്കറി വാങ്ങാനായിട്ട് പോവുകയാണ്, അവിടെ ചെന്നപ്പോൾ അവിടെ അതില്ല. അപ്പോൾ അവിടെ നമുക്ക് മറ്റു കറി വിൽക്കാനുള്ള സാധനം അവിടെ ഉണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്ന അടുത്ത കടയിലേക്ക് പോകുക എന്നുള്ളതാണ്. കാരണം നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്ന് പെട്ടെന്ന് അവിടുത്തെ സാഹചര്യം കൊണ്ട് പെട്ടെന്ന് ചേഞ്ച് വരുത്താതെ അടുത്ത സ്ഥലത്ത് പോയി അത് മേടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കുണ്ടാവുന്ന ഒരു സ്ഥലത്തൂടെ പോയി റിസ്ക് എടുത്ത് നമ്മളത് മേടിച്ചിട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ തീരുമാനം ഉറപ്പിച്ച് അതിലേക്കുള്ളൊരു ഇത് കിട്ടും, മനസ്സിലായി. അപ്പോൾ ഇനി ഇതിനെ ഇല്യൂഷൻ നമ്മൾ നേരത്തെ ഉൾവിളിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പ്രാക്ടീസുകൾ ഞാൻ പറയും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി, നമ്മൾ പ്രാക്ടീസ് സെക്ഷനിൽ ഞാൻ ചെറിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയും, അത് എഴുതി തയ്യാറാക്കി തന്നെ പറയും. ഞാനിപ്പോൾ ഇത് ന്യൂറോണിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അവിടെ ചേഞ്ച് വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ മാക്സിമം ഫ്ലെക്സിബിൾ ആക്കുക. ന്യൂറോണിനെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റില്ല, ഹാർഡായിരിക്കരുത്. ഏതെങ്കിലും ഒന്നിൽ ചെന്ന് അള്ളി ഇരുന്നാൽ പിന്നെ അവർ തമ്മിൽ എന്ത് ചെയ്യൂ, ബന്ധം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഈ ന്യൂറോൺസിൻ്റെ എന്ത് ചെയ്യാം, അതിനെ മാറ്റി അടുത്ത ന്യൂറോൺസുകളിലേക്ക് കൈമാറാം, അടുത്ത ന്യൂറോൺസിലെ ഡേറ്റാസിലേക്ക് കൈമാറാം. നോ എന്ന് പറയുന്ന നമുക്ക് യെസ് എന്ന് പറയിപ്പിക്കാം. യെസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നോ എന്നും പറയിപ്പിക്കാം. അത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ നമ്മളെ ന്യൂറോണിനെ പഠിപ്പിച്ചെടുത്താൽ നമ്മളെടുത്ത തീരുമാനത്തിലേക്ക് കൃത്യമായി ഏത് സാഹചര്യത്തിൽ നമുക്ക് അവരെ വർക്ക് ചെയ്യാം. ന്യൂറോൺ നമുക്കൊപ്പം നിൽക്കാതെ നമ്മൾ എന്ത് പ്ലാൻ എടുത്താലും വർക്കൗട്ട് ആവില്ല. ഇത് ആണ് നമുക്ക് ഇന്ന് ന്യൂറോൺസുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറയാനുള്ളത്. ഒരു സെക്കൻഡ്, നമ്മൾ സമയം 10:30 ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഓക്കെ. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഇതിട്ടേക്കാം. എല്ലാം നേരത്തെ പറഞ്ഞാൽ ഇത് നോക്കിയതാണ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു. മാക്സിമം സർഗാത്മകത, നമ്മൾ എന്താണ് സർഗാത്മകത, അതെന്തോ വലിയ അത്ഭുതങ്ങളല്ല. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിരവധി ഓപ്ഷൻസ് ഉള്ള ആരെയും സർഗാത്മകത എന്ന് പറയാം, ക്രിയേറ്റിവിറ്റി ഉള്ള ആളെന്ന് പറയാം. മനസ്സിലായോ? ഒരു വിഷയത്തിൽ നിരവധി ഓപ്ഷനുള്ള, നിരവധി പ്ലാനുകളുള്ള, ഒരൊറ്റ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ആളിന്
ആണ് നമ്മൾ സർഗാത്മക. അവൻ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്. സർഗാത്മകം നമ്മൾ വിചാരിക്കും എന്തോ കലാപരമായ കഴിവുകളാണെന്ന്. അല്ല, എല്ലാ കാര്യത്തിലും സർഗാത്മകത ഉണ്ട്. അതായത് നമ്മൾ നോക്കിക്കാണുന്നത് ഒരൊറ്റ ആംഗിളിലായിരിക്കരുത്, വ്യത്യസ്തമായ ആംഗിളിൽ നോക്കിക്കാണാൻ നമ്മളെ തലച്ചോറിനെ പഠിപ്പിക്കലാണ് സർഗാത്മകത എന്ന് പറയുന്നത്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് നമ്മളെ ഫ്രോണ്ടൽ ലോബ്, ആ ലോബുകളെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം. ഫ്രോണ്ടൽ ലോബ്, ആ 4 ലോബും നിസ്സാരമല്ല. അതിനെ വെറും ഒരു അറിവായിട്ടല്ല, അതിനെ എടുത്തിട്ട് നിങ്ങളുടേതായ ഒരു ആശയ രൂപീകരണം നടത്തണം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെറ്റായിരുന്നു. അതിൽ അപൂർവം ചില കാര്യങ്ങളായിരുന്നു ശരി. ഇപ്പോൾ പറയുന്നതിലെല്ലാം ശരിയെന്ന് അർത്ഥമില്ല. എന്നാലും അതിലെന്തുണ്ട്, നമുക്ക് അതുമായി താരതമ്യം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുണ്ടാവും. അതിൽ തെറ്റല്ല, പൂർണ്ണമായും ശരിയാവണമെന്നില്ല, എന്നാലും അതുമായിട്ട് ബന്ധം ഉണ്ടാവും. ആ ലെവലിലേക്ക് നമ്മൾ മാറുന്നതിൻ്റെ കാരണം ഒരു കാര്യത്തിൽ നിരവധി റൂട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ്. അപ്പോൾ ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഇനി ഇത് ന്യൂറോണിൻ്റെ പറഞ്ഞു കൊണ്ടല്ലോ. ഇപ്പോൾ അടുത്ത നാളെ ന്യൂറോണുമായി ബന്ധപ്പെട്ട് നല്ലൊരു നോട്ടുണ്ട്. നമ്മുടെ ശത്രുവിനെ കണ്ടെത്തുമ്പോൾ ന്യൂറോണിനെ എടുക്കും. നിർത്തട്ടെ, 10 അത് അടുത്ത കാര്യം തുടങ്ങണം. വേണ്ട, നമ്മൾ ഇനി ഒരുപാട് നാൾ നീണ്ടു പോകാനുള്ളല്ലേ. ആരും മൈക്ക് ഓണാക്കി ഒന്നും പറയുന്നില്ല. അല്ല സാറേ, അപ്പൊ ഈ ന്യൂറോണിന്റെ നമ്മുടെ എലോൺ മസ്ക് പോലുള്ള ആൾക്കാർക്കൊക്കെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂറോണിനൊക്കെ ചത്തുണ്ടാവുമോ? എലോൺ മസ്ക് പോലുള്ള അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരൊക്കെ അവര് അപ്ഡേറ്റ് ആയിരിക്കില്ലോ, അല്ലെങ്കിൽ വാന നിരീക്ഷണം ചെയ്യുന്നവർക്കൊക്കെ ഈ ന്യൂറോണിന്റെ പ്രവർത്തനം പോസിറ്റീവ് ആയുള്ള അവരിൽ ഉണ്ടാവുള്ളൂ, കുറവായിരിക്കില്ലോ. അല്ല, അത് കുറവായിരിക്കും എന്നുള്ളതല്ല, അത് എത്രമാത്രം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂറോൺസുകൾ ഉണ്ടോ അതിനൊക്കെയുള്ള നെഗറ്റീവുകളും ഉണ്ടാവും. പക്ഷെ അവരുടെ എന്താണ് നമ്മളിതിൽ മയ്യാലി ന്യൂറോൺ എന്ന് പറയും ഇതിൻ്റെ അകത്ത്. അതായത് അവരുടെ ആ ന്യൂറോൺസുകൾക്ക് ബലം കുറവാണ്. അതിനകത്തേക്ക് അധികം ആവയങ്ങളെ കയറ്റി വിടില്ല അവർ. ഇത് ഇല്ലാതാവൂല, അങ്ങനെ വിചാരിക്കണ്ട. അതിനുള്ള അവർക്ക് അതിന്റെ മുകളില് പോസിറ്റീവ് വന്നിട്ട് മറ്റേനെ ഇതിനകത്ത് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും എന്നുള്ള 2 വർക്ക് നടക്കുന്നുണ്ട്. അറിയാമോ? ഫിസിക്സും കെമിസ്ട്രിയും. നമ്മൾ ഫിസിക്സ് കെമിസ്ട്രിക്ക് വേറെ എവിടെയും പോകണ്ട, ന്യൂറോണിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു സെക്കൻഡ് ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് അതായത് ഈ നമ്മുടെ ന്യൂറോണെ ഇവിടെ ഒരു സ്ഥലത്തുനിന്ന് ന്യൂറോൺ ഇങ്ങനെ പാസ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക്, അതായത് അടുത്ത ന്യൂറോണിലേക്ക് കൈമാറുന്നത് അത് ഒരു കെമിക്കലിലൂടെയാണ് അടുത്തതിലേക്ക് കൈമാറുന്നത്. എന്നിട്ട് ആ ന്യൂറോൺ ഒരു ന്യൂറോണിൻ്റെ നേരത്തെ നമ്മൾ ഒരു മനുഷ്യൻ്റെ കാലാണ് ഡെൻഡ്രൈറ്റ് എന്ന് വിചാരിക്കുക, അതായത് അവയവങ്ങൾ സ്വീകരിക്കുന്നതെന്ന് വിചാരിക്കുക. ആ ഡെൻഡ്രൈറ്റ് ആണ് സ്വീകരിക്കുന്ന ഭാഗം ന്യൂറോൺസിൻ്റെ. ഇതാണ് ഡെൻഡ്രൈറ്റ് ഇവിടെ കാണുന്ന. ഇവിടെയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ നിന്ന് ഇത് സ്വീകരിക്കുന്നത് എപ്പോഴും ഒരു കെമിക്കൽ രീതിയിലാണ് ഇതിനെ സ്വീകരിക്കുന്നത്. എന്നിട്ട് ഇതിലെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞത് ഈ ന്യൂറോണിലേക്ക് ഇതുവരെ പാസ് ചെയ്ത് വരുന്നത് ഒരു ഇലക്ട്രിക് സിഗ്നലായിട്ടാണ് വരുന്നത്, ഊർജത്തിൻ്റെ സിഗ്നലായിട്ടാണ് വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് വീണ്ടും കൈമാറുന്നത് ഇവിടെ നിന്നൊരു കെമിക്കലായിട്ടാണ്. അതായത് ഈ ന്യൂറോൺസുകൾ തമ്മിൽ ആശയങ്ങൾ കൈമാറുമെങ്കിലും ന്യൂറോൺസുകൾ തമ്മിൽ ബന്ധമില്ല. ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണായിട്ട് ബന്ധമില്ല. മനസ്സിലായില്ലേ? അവരുടെ സിനാപ്റ്റിക് വിടവ് എന്ന് പറഞ്ഞൊരു വിടവുണ്ട് ഇവിടെ. ഇവിടെ ഒരു വിടവുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നത് ഒരു കെമിക്കലായിട്ടാണ് ഇങ്ങോട്ട് ഇതിലേക്ക് പാസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വീണ്ടും ഇപ്പൊ ഈ ഉദാഹരണം ഇവിടെ നിന്ന് ആദ്യം വരുന്നത് ഇവിടെ നിന്ന് കെമിക്കലായിട്ട് ഇതിലോട്ട് മാറുന്നു. ഇവിടെ നിന്ന് ഊർജമായിട്ട് അല്ലെങ്കിൽ സിഗ്നലായിട്ട് മാറുന്നു. ഇവിടെ നിന്ന് വീണ്ടും കെമിക്കൽ കൊടുക്കുന്നു. പിന്നെ വീണ്ടും കെമിക്കല് രാസപ്രവർത്തനമായിട്ട് പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ന്യൂറോൺ നമ്മൾ പറയല്ലേ
അവനും നമ്മളുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഫാമിലി നമ്മളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് അവർ തമ്മിൽ നമ്മൾ എന്താണ് നമ്മളെ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യില്ലെന്ന് പറയില്ലേ? ഈ കെമിസ്ട്രി വർക്ക് ഇല്ലെന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? അതായത് എൻ്റെ ആശയവും എൻ്റെ റൂട്ടും എൻ്റെ കാഴ്ചപ്പാടുമായിട്ട് ആ പുള്ളിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ, അതായത് ഇവർ രണ്ടുപേരുടെ ന്യൂറോണിലൂടെ പാസ് ചെയ്യുന്ന ഈ കെമിസ്ട്രിക്ക് വ്യത്യാസമുണ്ട്, കെമിക്കൽസിന് വ്യത്യാസമുണ്ട്. ഒരേ കെമിക്കൽസിലുള്ളവരാണെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര ബന്ധമായിരിക്കും. കണക്ഷൻ ആയോ? അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പൊ അവര് അതിലേക്കുള്ള അവര് പോസിറ്റീവായിട്ടുള്ള കെമിക്കലും ഒക്കെയാണ് ഈ ഉപയോഗിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയേ, ജസ്റ്റ് അതിലൂടെ പറഞ്ഞിട്ട് നിർത്താം. എനിക്കിത് പറയുമ്പോ കട്ട് ചെയ്യണോ? പറയണോ? ഓക്കെ, 2-3 പോയി. അതായത് ഇപ്പൊ ഈ ന്യൂറോൺസ് പോലെയാണ് ആശയവിനിമയവും. ഇപ്പൊ ആരെങ്കിലും ഒരാള് അയാളുടെ ബ്രെയിനിൽ തോന്നിയ ഒരു കഥ എഴുതിയിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഒരു സംഭവം എഴുതി, അല്ലെങ്കിൽ ഒരു സംഭവം അദ്ദേഹം പ്രസംഗമാക്കി, അത് അദ്ദേഹത്തിന്റെ ഒരാളിലൂടെ, ഇത് ഒരു ന്യൂറോണായിട്ട് വിചാരിക്കുക, ഒരാളിലൂടെ, ഇതാണ് നമ്മൾ പറഞ്ഞ ആശയം. ഏതൊരു കാര്യത്തിനും ആശയവൽക്കരിക്കുന്ന നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ഉദാഹരണങ്ങളൊക്കെ പെട്ടെന്ന് ഇവിടെ കിട്ടും. ഇപ്പൊ സാധനം വന്നതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇതിങ്ങനെ ഔട്ട് ചെയ്താൽ അത് എത്ര പേരുടെ ബ്രെയിനിലേക്കാണ് പോകുന്നത് അറിയാമോ? എത്ര പേരുടെ ബ്രെയിനിലേക്ക്, ചെവിയിലേക്കാണ് ആ ശബ്ദമായിട്ട് പോകുന്നത്. ഫിസിക്സാ, തരംഗോ, മനസ്സിലായില്ലേ? ശബ്ദ തരംഗോ. ഇത് കടന്നു ചെല്ലുന്നു. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ഇങ്ങനെ പോയി പിന്നെ അവരെ വാക്കിലൂടെ എന്ത് ചെയ്യുന്നു? ലോകം മൊത്തം ആ പാട്ട് പാടി നടക്കുകയാണ്, അല്ല ആ സംഭവം പറഞ്ഞു നടക്കുകയാണ്. അത് എത്ര ഈ ഒരു ന്യൂറോണിൽ എന്താണ് നടക്കുന്നത്? അതേപോലെ തന്നെ ഇവിടുത്തെ മഹത് ഗ്രന്ഥങ്ങൾ, മഹത് വചനങ്ങൾ, ഇവിടെ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരാളിലാൽ തുടങ്ങിയതല്ലേ, ഓരോ വ്യക്തികളിലും കാര്യങ്ങളിലും തുടങ്ങിയതാണ്. അത് പാസ് ചെയ്ത് ന്യൂറോണിൽ എങ്ങനെയാണോ പാസ് ചെയ്യുന്നത് അതുപോലെയാണ് ജനങ്ങളിലേക്കും അത്തരം വിഷയങ്ങൾ കടന്നു പോകുന്നത്. അതിങ്ങനെ പറഞ്ഞപ്പോൾ അതും കൂടി പറയാൻ തോന്നിയാണ്. അപ്പം ന്യൂറോണിന് വളരെയധികം സാധ്യതയാണ് മോശവൽക്കരിക്കാനും ലോകത്തെ മോശമാക്കാനും ലോകത്തെ നല്ലതാക്കാനും നമ്മളുടെ ചിന്തയിൽ അടങ്ങിയിരിക്കുന്ന ഫിസിക്സിനും കെമിസ്ട്രിക്കും കഴിയും. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്ലാസ് ഉപകാരപ്പെട്ടോ? നല്ല ക്ലാസ് ആയിരുന്നു. ഒരു ഡൗട്ട് ഉള്ളതേ സാർ, ചോദിക്കട്ടെ? ചോദിക്കാം. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമോ? അല്ല, അപ്പോ സാറ് പറഞ്ഞില്ലേ കൂടുതൽ കാര്യങ്ങൾ ഇൻവോൾവ് ആവണം എന്ന് പറഞ്ഞില്ലേ? അത് കൂടുതൽ കാര്യങ്ങൾ ഇൻവോൾവ് ആവണം എന്നുള്ള കാര്യം തരുമോ? ഞാനിപ്പോ കൂടുതൽ കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോ ഓൺലൈൻ ക്ലാസ് ചെയ്യാണ്. ഓൺലൈൻ ക്ലാസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് പുതിയ ഡിസ്ക്രിപ്ഷൻ ചെയ്തുകൂടാ? എന്തുകൊണ്ട് യൂട്യൂബിൽ ഞാൻ ഈ ഇടുന്ന വീഡിയോ ഞാൻ കൂടുതൽ മൾട്ടിപ്പിൾ വർക്ക് ചെയ്യണണ്ട, ഇങ്ങനെ ചെയ്യാം. അതായത് ഒന്നിനെ കേന്ദ്രീകരിച്ച് നിരവധി വർക്ക് ചെയ്യാം. മനസ്സിലായോ? അതായത് സ്വർണ്ണക്കട നടത്തുന്ന ആളിന് അതിന്റെ കൂടെ സ്ഫടികവും, മനസ്സിലായില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിൽക്കാം. പക്ഷെ സ്വർണ്ണക്കട നടത്തുന്ന ആള് അതിന്റെ ഫ്രണ്ടിൽ മീൻ കച്ചവടം കൂടെ നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു പെട്ടി മീനൂടെ കൊണ്ടുവച്ചാൽ ഉണ്ടാവുന്ന വ്യത്യാസം ഉണ്ടാവും. കാരണം ഇദ്ദേഹം സ്വർണം എടുക്കാൻ പോണോ അത് രാവിലെ കടപ്പുറത്ത് പോണോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ആവും. ഞാനൊരു വേറെ രീതി കാണരുത്, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയുന്നത്. പക്ഷെ ന്യൂറോൺ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ പല രീതിയിൽ ചിന്തിക്കണം അങ്ങനെ പറഞ്ഞില്ലേ? ഓക്കെ. അല്ല, അത് നമ്മളെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കാര്യത്തിലല്ല ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ മെയിൻ എടുക്കുന്ന ലക്ഷ്യം ഉണ്ടല്ലോ, അതിൽ തന്നെ ശ്രദ്ധ വേണം. അതിന്റെ വിവിധ ശാഖകളെ രൂപപ്പെടുത്താവും. പക്ഷേ ഇപ്പൊ അതായത് നമുക്കിതിനകത്ത് വളരെ ചിന്തിച്ച് ജോലി ചെയ്യുന്ന ഒരാള് ഒരു ദിവസം നമ്മൾ ഫിലിം കാണാൻ പോകൂലേ, നമ്മൾ കടപ്പുറത്ത് പോകും, അതിനിടയ്ക്ക് നമ്മൾ വേറെ അങ്ങനെ അത് ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു റെസ്റ്റാ അത്. പക്ഷെ പിന്നീട് നമ്മൾ ഫിലിം തിയേറ്ററിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യം വീഴും. ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക. അതുമാത്രമല്ല, അവിടെ നിന്ന് കിട്ടുന്നതേ
ഇതിലേക്ക് ചേർക്കാനായിരിക്കണം. അവിടെ നിന്ന് കിട്ടുന്ന ഐഡിയാസിനെ വേറെ ഏത് മേഖല, എന്നാലും വേറെ മേഖലയിലോട്ട് പോകാൻ വേണമെങ്കിൽ വേറൊരു മേഖലയിലേക്ക് പോകുമ്പോൾ ഇതിനെങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, മറ്റാരും ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയിലേക്ക് എനിക്കെങ്ങനെ ഈ പരിപാടി ചെയ്യാം, ഞാൻ പ്ലാൻ ചെയ്യുന്ന ഏതാണോ അത് ചെയ്യാം. അതിനുവേണ്ടി വേറെ മേഖലയിൽ പോയാലേ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള പുതിയ ഐഡിയ ഇത് വരുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് നേരത്തെ നിങ്ങളുടെ മാർക്കറ്റിൽ ആരൊക്കെ അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയാണോ ചെയ്തു എങ്ങനെ എന്ത് പ്ലാനാണോ ചെയ്തു, എന്ത് ഐഡിയാസ് ആണോ ചെയ്തുകൊണ്ടത് അതിന്റെ കോപ്പി ആയിരിക്കും നമ്മളിരിക്കുന്നത്. അങ്ങനെ പോവാം. അത് കേന്ദ്രീകൃതമാണ്. നമ്മൾ എടുക്കുന്ന മെയിൻ തീരുമാനങ്ങൾ പലതാണ്. ലോങ് ടൈം ഓൾറെഡി പിന്നെ ഓൾറെഡി ചില നെറ്റ്വർക്ക് ആയിട്ടുണ്ടാവില്ലേ പണ്ട് മുതലുള്ള കാര്യങ്ങൾ കൊണ്ട് അത് പിന്നെ മാറ്റണ്ടേ? നമ്മൾ ബ്രെയിനിലുള്ളല്ലേ? ആ മാറ്റണം. അതിനെ നമ്മളിപ്പോ ഇപ്പൊ നാളത്തെ ഇതൂടെ കഴിഞ്ഞ ശേഷം പാർട്ട് 1 ഇത് കഴിഞ്ഞ ശേഷം അടുത്ത വരുന്നത് ബോധ മനസ്സ് കഴിഞ്ഞ് ഉപബോധ മനസ്സിന്റെ 2ാമത്തെ ക്ലാസ്സിൽ ഇതെങ്ങനെ മാറ്റാമെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മാറ്റണം എങ്ങനെ, വേറെ ഒന്നുമില്ല. നമ്മളെപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുള്ളതല്ല, ഒരു ഭരണിയില് കുറച്ച് മലിനമായ ജലം ഇരിക്കുന്നു വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്ന, ആ ജലം ഒരു കാരണവശാലും ആ ഭരണി എടുത്ത് ചരിച്ചു കളയാൻ പറ്റില്ല. ഇത് തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥയും. പക്ഷേ അപ്പൊ പിന്നെ എന്താ ചെയ്യുക, അതിൽ 1 ലിറ്റർ ജലമാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോ അതിനകത്തേക്ക് എന്ത് ചെയ്യാം, വീണ്ടും വളരെ ശുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ശുദ്ധവും മോശവും നല്ലതെന്നും അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ആവശ്യമാണ് പ്രധാനം. പ്ലീഡിയോ അല്ല, നല്ലത് അഴുക്കൊന്നുമില്ല. നമ്മൾ നല്ലതെന്ന് പറയുന്നത് വേറെ പലർക്കും അഴുക്കാണ്, മോശമാണ്. നമ്മൾ മോശം എന്ന് പറയുന്നത് വേറെ പലർക്കും നല്ലതാണ്. ഇന്ന് മോശം എന്ന് പറഞ്ഞത് പലതും നാളെ നല്ലതായിരിക്കാം. ഇന്ന് നല്ലതെന്ന് പറഞ്ഞതൊക്കെ നാളെ ചിലപ്പോൾ അത് മോശമായിരിക്കാം. അതൊന്നുമല്ല. പക്ഷെ നമ്മളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് അവിടെ ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നല്ലതെന്ന് പറയും. നമ്മൾ ആവശ്യത്തിന്റെ, മനസ്സിലായില്ലേ? അപ്പൊ അതില് അത്തരം സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് അങ്ങനെ വരുന്ന നമ്മുടെ ആവശ്യമായിട്ട് വരുന്ന ആ ശുദ്ധമായ ജലം നമുക്ക് ആവശ്യമല്ലാത്ത ആ മലിനമായ ജലത്തിലേക്ക് ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് അതിനെങ്ങനെ തുളുമ്പിയാണ് അത് വൃത്തിയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അളവ് എന്ത് കൂട്ടണം? ഇന്നലെ വരെ വേസ്റ്റ് ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ, അല്ലെങ്കിൽ മോശം വെള്ളമാണ്, അല്ലെങ്കിൽ ഉപയോഗപ്രദമല്ലാത്ത ജലമാണ് അതിനകത്തേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കുകയും ഇന്നു മുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതിനെ കുറിച്ച് കൂടുതൽ സന്തോഷമാണ്. അതായത് തലച്ചോറിന് ഒരേ ഒരു കാര്യമേ ആവശ്യമുള്ളൂ, സംതൃപ്തി, വേറെ ഒന്നുമില്ല. അത് നിങ്ങൾ ഇനി വലിയ ബിസിനസ് നടത്തി സാധിച്ചെടുക്കേ, അല്ലെങ്കിൽ ഏറ്റവും എന്താണ് ഒരു 100 രൂപയ്ക്ക് നടത്തുന്ന ഒരു നമ്മൾ വേസ്റ്റ് പാട്ടമറക്കി കൊടുത്ത് അവിടെ തലച്ചോറിന് ആകെ ഉള്ളത് വേണ്ടത് സംതൃപ്തി, തൃപ്തരാവുക. കിട്ടിയതിൽ തൃപ്തരാവാനുള്ള മനോഭാവം മാത്രം മതി. ഇല്ല, ആ ഭരണി പെട്ടെന്ന് ക്ലിയർ ആയിക്കോളും. പക്ഷെ ആ തൃപ്തി ഇല്ലായ്മയാണ് അതിനെന്ത് ചെയ്യും, നമ്മൾ തൊട്ടേനും പിടിച്ചേനും എല്ലാത്തിനും അതൃപ്തി സെറ്റ് ചെയ്യും. അതാണ് പറഞ്ഞത്, നമ്മൾ ഉറക്കം രാവിലെ ഒരു 10 മിനിറ്റ് താമസിച്ചു പോയ അതൃപ്തി, നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നോ അതെല്ലാത്തിനും അതൃപ്തി വയ്ക്കും. രാവിലെ ഒരു കാരണവശാലും അതൃപ്തി വയ്ക്കുക. എല്ലാവരും വേണം. ഒരു പക്ഷേ നിങ്ങൾക്ക് എണീക്കുക, അന്നത്തെ ദിവസം ചിലപ്പോൾ പല വർക്കുകളും നടന്നില്ലായിരിക്കാം. നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ബോധപൂർവം അല്ല, നമ്മൾ ഉറങ്ങിപ്പോയി, നമുക്ക് നടന്നില്ല. പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ നമ്മൾ ഉറങ്ങി അത്രയും അവിടെ മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടി. രാവിലെ അതൃപ്തി ആയിക്കഴിഞ്ഞാൽ അന്നത്തെ ഒരു 3/4 ദിവസവും പോയി, ഒരു കാര്യവും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മനസ്സ് പറയും. നമ്മൾ ഇത്തിരി സംതൃപ്തിയോട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഉത്കണ്ഠപ്പെടുകയോ ഏതെങ്കിലും കാര്യത്തെ ഭയപ്പെടുകയോ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ അടിമയാകും. പിന്നെ നമ്മൾ അതെങ്ങനെ നമ്മളെ ചെയ്യിപ്പിക്കും അതേപോലെ നമ്മൾ ചെയ്യും. ഇത് വ്യക്തമായി ശ്രദ്ധിക്കുക. നമ്മൾ ചില കാര്യത്തിൽ ഉത്കണ്ഠപ്പെട്ട് കഴിഞ്ഞാലോ നമ്മൾ പേടിച്ചു കഴിഞ്ഞാലോ ഉണ്ടാകുന്ന ഒരു കാര്യം അതാണ്, നമ്മൾ അതിന്റെ അടിമയാകും. അത് നമ്മൾ ഏത് സ്വഭാവത്തിലായാലും ശരി, ആ സ്വഭാവത്തിന്റെ അടിമയാകും.
അത് ഈ ന്യൂറോൺ അതിനൊപ്പം ആവും. ന്യൂറോണിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഒരു പരിധി വരെ നമുക്ക്, കാരണം പോകുന്നില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. അത് കാണുകയും ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ന്യൂറോൺസിനകത്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ന്യൂറോൺസ് ആണ് ഇത് മൊത്തമുള്ള കേബിള്. നമ്മൾ ഈ പറഞ്ഞ 3 എന്താണ് റെപ്റ്റീലിയൻ ബ്രെയിനും ലിംബിക് സിസ്റ്റവും നിയോ കോർട്ടെക്സും ഈ തലച്ചോറിന്റെ 3 ഭാഗത്തെയും ഈ പറഞ്ഞ ആസൂത്രണവും ഇത്തരം എല്ലാ പദ്ധതികളും എല്ലാ സംഭവങ്ങളും പറഞ്ഞെങ്കിൽ ഇതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്ന കേബിൾ എന്ന് പറയുന്നത് ന്യൂറോണാണ്. ആ കേബിള് ഏത് ലൈനിലോട്ടൊക്കെയാണോ പിടിച്ച് മാറ്റി കൊടുക്കുന്നത് അതനുസരിച്ചുള്ള ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള മിഷനറികളായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിടികിട്ടുമോ? അത് ഏതിലേക്ക് കൊടുക്കുന്നു അതിലൊക്കെയായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് കൊടുക്കാൻ ആരാ കൊടുക്കുന്നേ? നമ്മളെ ബോധമാണ്. ഇതാണ് അതിന്റെ അപ്പൊ എടുക്കുന്ന തീരുമാനങ്ങൾ നേരത്തെ പറഞ്ഞൊക്കെ ഒന്നിലധികം നിരവധി തീരുമാനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിരവധി തീരുമാനങ്ങൾ ഞാൻ എടുത്ത് ഒന്നുകൂടെ പറയാം. ഒന്നിൽ നിരവധി വശങ്ങൾ വേണമെന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ ഞാൻ പറയുന്നതിന്. നിരവധി പ്ലാനുകൾ വേണം എന്നാണ്. ഓക്കെ, താങ്ക് യു സാറേ. അപ്പൊ ബുദ്ധിയാണോ മനസ്സാണോ ന്യൂറോൺ ഹാൻഡിൽ ചെയ്യുക? ബുദ്ധിയാണോ അതോ മനസ്സാണോ ഈ ന്യൂറോൺ ഹാൻഡിൽ ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണോ? ഏതാ പറയാൻ പറ്റുക? മനസ്സുകൊണ്ട് ചെയ്യുന്നതാണോ ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണോ? രണ്ട് രീതിയിലാണ് റീഡ് ചെയ്യുക. മനസ്സുകൊണ്ട് നല്ല ചിന്തയായിരിക്കും സാറേ. ചിന്തയല്ലേ ചിന്ത, നമ്മളെ ചിന്ത ഉണ്ടല്ലോ. ന്യൂറോൺ റീഡ് ചെയ്യുന്നതിന് അങ്ങനെയൊന്നുമില്ല. ബുദ്ധി എന്ന് പറഞ്ഞത് എന്താണ്? ബുദ്ധി എന്ന് പറഞ്ഞ മാനദണ്ഡം എന്താണ്? നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതാണെങ്കിൽ ഓക്കെ. ഷുഗർ ഇപ്പൊ പായസം ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് പായസം. പക്ഷെ ഞാനൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്, എനിക്ക് കഴിക്കാൻ പാടില്ല. എന്റെ മനസ്സുകൊണ്ട് എനിക്ക് പായസം ഇഷ്ടമാണ് താനും, പക്ഷെ ബുദ്ധിപൂർവ്വം അത് പറയുകയാണെങ്കിൽ അത് കഴിക്കരുത്, കാരണം ഞാൻ ഡയബറ്റിക് ആണ്. പായസം കഴിച്ചാൽ എന്റെ ഡയബറ്റിക് കൂടും. അത് ബുദ്ധിയാണോ? അപ്പോ അത് അങ്ങനെ വരുന്ന അങ്ങനത്തെ കാര്യങ്ങളില് നമുക്ക് ഏതിനാണ് നമ്മളിപ്പോ ഈ ന്യൂറോൺ ഇതിൽ വരുമ്പോൾ നമ്മൾ ഏതിനാണ് കൂടുതലായിട്ട് എന്താ പറയാ സപ്പോർട്ട് ചെയ്യുക? നമ്മളെ ന്യൂറോൺ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക പായസം കുടിക്കാൻ പറയാനാണ്. ഓക്കെ, അപ്പൊ മനസ്സാണ് ശരിക്കും ന്യൂറോൺ ഹാൻഡിൽ ചെയ്യുന്ന സാധനം. അതെ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ബുദ്ധി അവിടെ അതാണ് 1000-ൽ എത്ര പേർക്ക് പറ്റും. അതായത് അതിനെ അവിടെ അങ്ങനെ തന്നെ നിർത്തും. അവിടെ അത്രയും കടുംപിടുത്തം പിടിക്കേണ്ടി വരികയാണ്. അതായത് മറ്റൊന്ന് പായസം എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരം ഒരു ടേസ്റ്റ് ഒരു അഡിഷൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലാണ് കണക്റ്റഡ് ആണ്. അവിടെ ബുദ്ധിയും യുക്തിക്കൊന്നും വലിയ സ്ഥാനമില്ല. ബുദ്ധിയും യുക്തിയും എവിടെ കിടക്കാണ്? നമ്മളെ നിയോ കോർട്ടെക്സിൽ കിടക്കുന്നതാണ്, നമ്മൾ ബോധതലത്തിൽ കിടക്കുന്ന കാര്യമാണ്. അപ്പൊ മാക്സിമം ഏതിലോട്ടേ പോകൂ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. കാരണം അവിടെയാണ് ഈ പായസം കുടിച്ചതിന്റെ രുചിയും ആ കിനസ്തെറ്റിക്കൊക്കെ കിടക്കുന്ന അവിടെയാ. ആ ഇമാജിനേഷൻ, ആ പഴയ ആ സന്തോഷം, ആ പഴയ സ്റ്റോറിയൊക്കെ വരും അത് കുടിക്കുമ്പോൾ. അല്ലെ അതിനെ കുറിച്ച് ആലോചിക്കും, ആ രുചി. ഇതെല്ലാം എവിടെ സേവ് ചെയ്യുന്നേ? കൊണ്ടുപോകുന്ന ഈ ആളെ കൊണ്ടുവന്ന് സബ് കോൺഷ്യസ് മൈൻഡിനകത്താ സേവ് ചെയ്യുന്നത്. അവിടെ കേട്ടില്ല. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിനെ ക്ലിയർ ചെയ്യാൻ സാധിക്കും? അത് നേരത്തെ പറഞ്ഞതുപോലെ അതാണ് പറഞ്ഞത്. നമ്മളെ അതായത് ഒരു വിഷയം ഈ ബുദ്ധിയാണോ ഈ നമ്മുടെ ചിന്ത മീൻസ് വേറെന്താ വാക്ക് പറഞ്ഞേ? ബുദ്ധിയും മനസ്സ്. ഇതിന്റെ രണ്ടിന്റെ ഡ്രൈവർ മനസ്സാണ്. ബുദ്ധിയും ചിന്തയും അല്ലെങ്കിൽ അതിന്റെ പഴയ ഇത് മനസ്സിലല്ലേ? മനസ്സ് തന്നെയാണ് ഇതിന്റെ. അതാണ് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എന്ന് പറഞ്ഞത്. രണ്ട് മെത്തേഡിലാണെന്നേ ഉള്ളൂ.
ഓക്കെ, അതായത് നമുക്കത് വേണ്ട എന്ന് പറയുന്നതിന് അങ്ങനെ തീരുമാനം ഉറപ്പിച്ച് സബ് കോൺഷ്യസ് മൈൻഡിനകത്തേക്ക് ആഡ് ചെയ്യണം. അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഇമാജിനേഷൻ ചെയ്യണം. അത് കഴിച്ചാൽ എനിക്കുണ്ടാകുന്ന പ്രശ്നവും ആ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായി പോകും, ഞാനിവിടെ ഇല്ലാതായി പോകും, അല്ലെങ്കിൽ ഞാൻ വലിയ രോഗിയാവുമെന്ന് ഇമാജിനേഷനെ പറഞ്ഞ് അങ്ങനെ ഇമാജിനേഷൻ ചെയ്ത് ചിത്രീകരിച്ച് മാറ്റണം. മനസ്സിലായോ? ഇനി ബുദ്ധി എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ, ബുദ്ധി എന്ന് പറയുന്ന കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ എവിടെ നിന്ന് പോയി എടുക്കണം? സബ് കോൺഷ്യസ് മൈൻഡിൽ പോലെ എടുക്കണം. ബുദ്ധി എന്ന് പറയുന്നത് ഇതിനെ കൃത്യമായ അളവിൽ നമുക്കൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രോസസ്സായിട്ട് എനിക്ക് പറയാൻ പറ്റും. അത് എവിടെ നിന്നും പോയി എടുക്കണം. കാരണം ഞാൻ ഇപ്പം പറഞ്ഞപ്പോൾ ഞാനൊരു ചേഞ്ച് വരുത്തിയാണ്. അതായത് ഞാൻ ഒരുപക്ഷെ ഒരു തീയിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ അവിടെ തീയാണെന്ന് അറിയാതെ, അല്ലെങ്കിൽ ആ തീയിൽ ചവിട്ടിയ പൊള്ളുമെന്ന് അറിയാതെ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വിത്ത് സെക്കൻഡിൽ പണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള തീയിൽ ചവിട്ടി അതിൻ്റെ ചൂടുണ്ട്, അത് എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, അതേ വേദന അവ ഇപ്പോൾ അനുഭവിക്കൂ എന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് അവനെ പോയി രക്ഷപ്പെടുത്തണമെങ്കിലും ബുദ്ധി വേണം. അതെടുക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്, അല്ല ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് എടുക്കുന്നത്. ബുദ്ധി എല്ലാ മേഖലയിലേക്ക് പോയേ പറ്റൂ. ഇവിടെ കോൺഷ്യസ് മൈൻഡ് മാത്രമല്ല, എനിക്ക് അത് ഞാൻ പറഞ്ഞതിലും ചെറിയൊരു തീർത്തേണ്ടതുണ്ട്. കോൺഷ്യസ് മൈൻഡ് മാത്രമല്ല, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്തൊന്നും കൂടി മൊത്തത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബുദ്ധി. ബുദ്ധി എല്ലാത്തിനും കണക്കാണ്, സബ് കോൺഷ്യസിലും കോൺഷ്യസിലും കണക്കാണ്. ഞാൻ ചോദിച്ചത് ന്യൂറോൺസ് എന്ന് പറയുന്ന സംഭവം, ന്യൂറോൺസ് എന്ന് പറയുന്നത് ഏതിനാണ് ആദ്യം, അതായത് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന മനസ്സിനെയാണോ, അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന സംഭവത്തിനാണോ, അതോ ബോധ മനസ്സിലുള്ളതിനെയാണോ ഹാൻഡിൽ ചെയ്യാൻ? അല്ലല്ല സാറേ, ന്യൂറോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വഴിയാണോ പോകുന്നത് അതിന്റെ പവർ അറിയും കൂടുതൽ, അതിന് പ്രത്യേകിച്ചില്ല. അതായത് അതുകൊണ്ടാണ് ആത്മീയപരമായി ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ ന്യൂറോൺസിന് കൊടുത്തുകൊണ്ടിരുന്നാൽ അതിലാണ് ഈ ലോകം മൊത്തം എന്ന് പറയും. അത് ന്യൂറോണാണ് പറയണത്, ന്യൂറോൺ അവന് കൊടുക്കുന്നതും അവന് പറയാനും പറ്റുന്ന. ഭൗതികവാദികൾ പറയണ അതല്ല, ഭൗതികപരമായ ഇതിലാണ് ഇവിടുത്തെ ദർശനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർ അത് തന്നെയാണ്. മനസ്സിലായില്ലേ? അതായത് ഈ ലോകം, അതായത് അതാണ് പറയുന്നത്, നമ്മൾ എന്ത് ചിന്തിച്ചോ അതിനൊപ്പം ന്യൂറോൺ നിൽക്കും. സെക്സ് ആണ് ഈ ലോകത്തെ ഏറ്റവും വലുത്, അല്ലെങ്കിൽ സെക്സിലാണ് കൂടുതൽ എനിക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് തന്നെ എപ്പോഴും എനിക്ക് ആ സെക്സിന് വേണ്ടി ഞാൻ എന്ത് ഐഡിയ ഒപ്പിക്കുക, എന്ത് ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ന്യൂറോൺസോട് വർക്ക് ചെയ്യുന്നത്. എനിക്ക് സഹായിക്കാനാണ്, ഹെൽപ്പ് ചെയ്യാനാണ് എന്നുള്ളതുണ്ടെങ്കിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതായിരിക്കും വരുന്നത്. എങ്ങനെ ഒരാളെ ദ്രോഹിക്കാമെന്നാണ്, അതായത് എൻ്റെ മനസ്സിൽ ദ്രോഹചിന്തയാണ് കിടക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്കൊരാളെ എങ്ങനെ ദ്രോഹിക്കാനാണ് എനിക്ക് അവസരം കിട്ടുന്നതെന്ന് തോന്നുന്നത്. പക്ഷെ ആ ദ്രോഹവും നമുക്ക് അറിയത്തില്ല, അതിൽ അത്രേ ഉള്ളൂ. മറ്റുള്ളവർ എത്രമാത്രം വ്യാപരിക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷെ അതിലേക്കേ നമ്മളെ കൊണ്ടെത്തിക്കൂ. ഒരാളെ ദ്രോഹിക്കും, പക്ഷെ നമ്മൾക്കറിയാം, ഞാൻ ഒരാളെ ദ്രോഹിച്ചാൽ അത് നിയമപരമായി കുറ്റമാണ്, അത് എന്നെ എനിക്ക് ഉപദ്രവം ചെയ്യും, എന്നെ ഹാം ചെയ്യുമെന്ന് എന്നെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതാണല്ലോ നമ്മൾ കൂട്ടിക്കൊണ്ടുവരേണ്ടത്. അതായത് എനിക്കിപ്പോ ഒരാളെ കണ്ടു, എന്റെ പഴയ, അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമ്മളത് ചെയ്യേണ്ട കാര്യം? അതായത് നമ്മുടെ ബോധ മനസ്സിനെ, അതായത് നമ്മുടെ ഉപബോധ മനസ്സാണ് അവനെ കാണുമ്പോ, എന്റെ പണ്ട് എന്നെ ഒന്ന് തല്ലി വന്ന് അവനെ കാണുമ്പോ എനിക്ക് പറയണമെന്നുള്ളത് എന്റെ ഉപബോധ മനസ്സ് തന്നെ പറഞ്ഞ കാര്യമാണ്, എന്റെ മനസ്സിലുള്ള കാര്യമാണ്. പക്ഷെ ബോധ മനസ്സിലുണ്ട്, ഇന്ന് നിന്റെ സ്റ്റാറ്റസ്, നീ അവനെ പോയി തല്ലി കഴിഞ്ഞാൽ നീ ജയിലിൽ പോയി കിടക്കണം, നീ ജയിലിൽ പോയി പോലീസ് കേസ് ആയാൽ നിന്റെ ഇമേജിനെ ബാധിക്കും, അതുകൊണ്ട് പോയി തല്ലരുത് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഏതാണ് ബോധ മനസ്സാണോ ഉപബോധ മനസ്സിനെയാണോ നമ്മൾ കൂടുതലായിട്ട് ഈ എന്താ പറയാ, നമ്മൾ ഈ ന്യൂറോൺസ് വെച്ച് ട്രെയിൻ ചെയ്യിക്കേണ്ടത്? അല്ല, ബോധത്തെ ബോധ മനസ്സിലാണല്ലേ? കാരണം ഇപ്പൊ സാറ് തന്നെ അത് പറഞ്ഞു. കാരണം നമ്മളുടെ ഇന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ച്
നമ്മൾ ആ വഴിക്ക് തിരിയാൻ പാടില്ലല്ലോ. ആ വഴി തിരിഞ്ഞാൽ അതുവരെ നമ്മൾ പണിയെടുത്ത വെറുതെ ആകൂലേ. അതെ. ഓക്കെ, ഞാൻ ചോദിക്കാൻ വെച്ചാൽ കാരണം അവിടെ എങ്ങനെ ആ ആക്ടിവിറ്റിയെ എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കണം, അതാണല്ലോ. അതായത് അല്ല, അതാണ് അവന്റെ നിലനിൽപ്പും. ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ. അതാണ് പക്ഷേ അവന്റെ നിലനിൽപ്പുമായി അവന്റെ നിലനിൽപ്പല്ലേ അവന് പ്രധാനം. അപ്പൊ അതിലേക്ക് ന്യൂറോൺ അതായത് ഏതിലേക്ക് ഫ്ലെക്സിബിൾ ആവും, നമുക്ക് അതാണ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ അവനെ അടിക്കാതെ എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ അടിക്കാതെ ഞാൻ പയ്യെ അങ്ങ് പോയിട്ട് കൊട്ടേഷൻ ആളെ വിടും. മനസ്സിലായി, ഞാൻ അടിച്ചാലല്ലേ വിഷയമുള്ളൂ. പതിയാ കൊട്ടേഷൻ ആളെ വിടും. കാരണം ഇന്നത്തെ സ്റ്റാറ്റസ് ഇല്ലാത്തവര് അന്ന് വികാരത്തിൽ ആ സമയത്ത് തന്നെ അടിക്കും. അല്ല, അതാണ് ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പൊ നമ്മളെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ സെക്സ് പറയുന്നു, അതേപോലെ പറയാണെങ്കിൽ കാരണം അമ്മയും പെങ്ങളും മകളും അമ്മയമ്മയും മരുമകനും ജനത്തിയും അനിയത്തിയും എല്ലാം പെണ്ണുങ്ങളാണ്. നമ്മുടെ ഭാര്യയും നമ്മുടെ പെണ്ണാണ്. പക്ഷെ നമ്മൾക്കറിയാലോ ആരെന്താണ് എവിടെയാണോ. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം അതാണ്. അല്ല അത് ബോധ മനസ്സിനല്ലേ കൂടുതൽ. അല്ല, അത് ബോധ മനസ്സാണ് പക്ഷേ. അത് ബോധ മനസ്സാണ്. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പട്ടികള് ആടുകളൊക്കെ അവരെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം തീർന്ന് അല്ലെങ്കിൽ ആ പ്രായം ആകുന്നതോടുകൂടി ആ പ്രോസസ്സ് തീർന്നു. അതുവരെ ഉള്ളൂ അവരെ ലിംബിക് സിസ്റ്റത്തിന്റെ ആ ഇത് സബ് കോൺഷ്യസ്. പിന്നെ അവർക്ക് വേറെ അവരുടെ മുന്നോട്ടുള്ള കാര്യത്തിലുള്ള ആ മാതൃ സ്നേഹത്തിന്റെ സബ് കോൺഷ്യസ് അവിടെ തീർന്നു. ആ വികാരങ്ങൾ അവിടെ തീർന്നു. മാതൃത്വമൊക്കെ അവിടെ തീരും. അത് സബ് കോൺഷ്യസ്. പക്ഷെ മനുഷ്യന്റെ അത് കോൺഷ്യസ് ആണ്. സബ് കോൺഷ്യസിനെ എങ്ങനെ നമ്മൾ മനുഷ്യർ കോൺഷ്യസ് അതാണ് ചോദിച്ചത്. സബ് കോൺഷ്യസിനും കോൺഷ്യസിനെ നമുക്ക് എങ്ങനെ ഈ ന്യൂറോൺസിനെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ മുകളില് കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുവരുത്താം എന്നത് അതാണ് ചോദിക്കുന്നത്. അല്ല, ഓക്കെ, അതാണ് മാഷെ പറഞ്ഞത്. നമ്മള് എല്ലാ കാര്യത്തിലും ഇപ്പൊ മാഷ് ഇപ്പൊ വന്നിരുന്ന് നമ്മളിരുന്ന് പഠിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അകത്തേക്ക് മെസ്സേജുകൾ കൊടുക്കാൻ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കോൺഷ്യസ് മൈൻഡോട് കൂടിയാണ് ഈ ഇങ്ങനെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്, ഇങ്ങനെ ചേരാന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നിറയ്ക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അത് എങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിത് അതായത് ഒരു വഴി നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ്, നമ്മളെ നേരത്തെ പിറക്കെ തൃപ്തരാകുക, സന്തോഷത്തിലാവുക, കിട്ടിയതിൽ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക, ചെറിയ വിജയമാണെങ്കിലും ആഘോഷിക്കുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോണത്. മറ്റത് ഞാൻ വേറൊരു കാര്യം പറയാം. മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു, ഇപ്പൊ സാറിപ്പോ ഇവിടെ ഇന്ത്യക്ക് പുറത്താണല്ലോ സാർ. അവിടെ പല സ്ഥലങ്ങളിൽ സാറിന് അറിയാവുന്നതാണ്. ഇവിടുത്തെ കൾച്ചറായിട്ട് ഒരുപാട് വ്യത്യാസമില്ലേ? അപ്പൊ ഒരു കൾച്ചർ, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു രാജ്യം നമ്മളെ ചില ബോധത്തിലാക്കി വെച്ചിട്ടുണ്ട്, പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ. അതിനപ്പുറത്തേക്ക് നമ്മൾ പോവില്ല. അത് പോവുകയാണെങ്കിൽ കുറ്റബോധമായിരിക്കും. ഇപ്പൊ ലീവിങ് ടൂതറൊക്കെ ഇപ്പൊ ഇവിടെ വന്നതല്ലേ ഉള്ളൂ, ഇപ്പൊ കേട്ടു തുടങ്ങിയല്ലേ ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ പഴയ വെച്ച് നോക്കണമെങ്കിൽ എന്ത് പേരിട്ട് വിളിക്കും നമ്മളെ കേരളത്തിലവരെ. അങ്ങനെ അവരുടെ ഒരു സ്ത്രീയും പുരുഷനെയൊക്കെ അപ്പൊ ഇതിന് എന്താണ് അത് നമ്മളെ പഠിപ്പിച്ചെടുത്തത് നമ്മളെ ബ്രെയിൻ ന്യൂറോണിനെ അങ്ങനെ ആക്കിയെടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ചരിത്രവും ഒരു സംസ്കാരവും ഒരു കീഴ്വഴക്കവും ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ സെറ്റായി വന്നതിന്. അപ്പൊ അതിനപ്പുറത്തേക്ക് പോകാൻ വരൂല. മനസ്സിലായില്ലേ? എല്ലാവരും നേരത്തെ പണക്ക് ഈ കന്നുകാലികളെ പോലെ അമ്മയും സഹോദരങ്ങളും ഇല്ലാത്ത രീതിയിൽ അങ്ങ് സെക്സ് ആയിരുന്നെങ്കിലോ അത് വലിയ സംഭവമല്ല. ഇവിടെ അത് മനുഷ്യനാൽ രൂപപ്പെടുത്തിയെടുത്ത് അവന് അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തെറ്റാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് തന്നെ ഇപ്പൊ സാർ മാഷ് ചോദിച്ചുകൊണ്ട് പറയാണ് സഹോദരനും സഹോദരിയും തമ്മിൽ പാടില്ല. മനസ്സിലായില്ലേ? സഹോദരനും നമ്മളൊരു സിസ്റ്റം പറയണം അപ്പോഴും മനസ്സിലാവും. നമ്മളെ ബോധത്തിന്റെ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. സഹോദരനും സഹോദരിയും തമ്മിൽ പാടില്ല.
സഹോദരന്റെയും അനിയന്റെയും ചേട്ടന്റെയും മക്കൾ തമ്മിൽ പാടില്ല. അനിയത്തിയുടെയും ചേച്ചിയുടെയും മക്കൾ തമ്മിൽ പാടില്ല. അതെല്ലാം സഹോദരങ്ങളാണ്. എന്നാൽ ഒരമ്മയുടെയും ഒരച്ഛന്റെയും രക്തത്തിൽ അവരുടെ ഇതിൽ നിന്ന് ജനിച്ച ഒരു സഹോദരന്റെയും ഒരു സഹോദരിയുടെയും മക്കൾക്ക് വിവാഹം കഴിക്കാം. അതിനൊരു വ്യഭിചാരമുണ്ടേ. വ്യഭിചാരം മീൻസ് ഒരു വ്യഭിചാരം എന്നല്ല അർത്ഥം, സോറി വാക്ക് തെറ്റിയാണ്. അതിൽ ഈ പറഞ്ഞ ഒരു ലോജിക് ഇല്ലായ്മ ഉണ്ടേ ഇല്ലേ? തീർച്ചയായിട്ടും അതന്നെ, അതും ശരിയല്ല. ആ പോയിന്റ്, ആ ഒരു രീതിയെ ശരിയല്ല. ഒരാള് താഴത്തെ ലൈക്ക് ചെയ്തു, എന്തോ അത് ബോധ മനസ്സിനെ സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. ജോൺ സാർ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ സാറേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഒന്ന് കവർ ചെയ്യോ അതിനെ. ജോൺ ജോയ് സാർ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്. ഓ ശരി, ഓക്കെ. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇതിനു മുമ്പുള്ള സാറ് ചോദിച്ച പോലെ നമ്മുടെ ബോധ മനസ്സിലാണെങ്കിലും ന്യൂട്രോൺ രണ്ടിലും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ രണ്ടിലും പ്രവർത്തിക്കുന്നതാണ് അതിന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത് സാറേ. രണ്ടിലും പ്രവർത്തിക്കും. ന്യൂട്രോൺ എന്നുള്ളതേ ന്യൂറോൺ എന്നുള്ളത് ബോധ മനസ്സിലാണെങ്കിലും അൺകോൺഷ്യസ് മൈൻഡിലാണെങ്കിലും നമ്മൾ എടുക്കുന്നത് എങ്ങനെയോ അതുപോലെ ഇരിക്കും അതിന്റെ പ്രവർത്തനം. അല്ലേ? അത് ബോധ മനസ്സിലാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ സാറ് ഇപ്പൊ കുറച്ച് പറഞ്ഞ പോലെ സാറിന്റെ ക്ലാസ് വന്നതിന് ശേഷമാണ്, അത് നമ്മൾ ബോധത്തിലാണ് സാറിന്റെ ക്ലാസ് കേൾക്കുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ക്ലാസ് ആണ് ഇതിന് വന്ന ശേഷമാണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. അതിൽ ആ ന്യൂട്രോൺ എനിക്കൊരു ക്ലാസ് വേണ്ടാന്നുള്ള ഒരു മൈൻഡിലാണെങ്കിൽ അത് നെഗറ്റീവിലേക്കല്ലേ പോകുള്ളൂ. ഓക്കെ സാർ, ഓക്കെ. അത് നമ്മൾ ഈ ന്യൂറോണിന്റെ ഒന്ന് ജസ്റ്റ് ന്യൂറോണിന്റെ ഒരു കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കാണുന്നത് നല്ലതാണ്. ന്യൂറോൺ നമ്മളുടെ മനുഷ്യന്റെ ഏറ്റവും കേന്ദ്ര ഇതാണ്. വേറെ നമ്മളെ ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചർ പേരും വിട്ടു, റൂയെ എന്താണ്, ടീച്ചറെ ജസ്റ്റ് ഒന്ന് മൈക്കോണാക്കൂ. മഞ്ജുഷ ടീച്ചറോ? അല്ലല്ല, അതല്ല, ഞാൻ വേറെ ചോദിച്ചു. വേറെ ഉണ്ട് ടീച്ചർ ഇല്ലേ? ഓഫാണോ? അല്ല, ഇവിടെ ഉണ്ടല്ലോ വേറെ നമ്മളെ ബയോളജി ടീച്ചർ. ഓക്കെ, മൈക്ക് ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിജയങ്ങളിലൊക്കെ കൂടുതൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ ന്യൂറോൺസിനകത്താണ് അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാവും. പരാജയങ്ങളിലേക്ക് മുങ്ങിക്കിടക്കാതെ കിട്ടിയത് കുറച്ചാണെങ്കിലും ആ വിജയിച്ച കാര്യത്തെക്കുറിച്ച് കൂടുതലൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓക്കെ, നിർത്തട്ടെ. എല്ലാവരും സൈലന്റ് ആണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, ഓക്കെ. ഗുഡ് നൈറ്റ്.